ഇന്ന് കുറച്ച് ഒരല്പം വ്യത്യസ്തമായ ഒരു വിഷയമാണ്. ഒരു വേള ഉമർബായും ഞാനും ഒരുമിച്ചിരുന്ന് സംസാരിച്ചുകൊണ്ടിരുന്ന മുഹമ്മദ് നബിയുടെ മരണാനന്തരം ഉണ്ടായിട്ടുള്ള സംഭവവികാസങ്ങളെക്കുറിച്ച് സാധാരണഗതിയിൽ വിശ്വാസികൾക്ക് അറിയാത്ത, അല്ലെങ്കിൽ അവരതിനെക്കുറിച്ച് ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ലാത്ത, ഏതെങ്കിലും തരത്തിൽ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവരോട് പറയാൻ മടിക്കുന്ന ഒരാശയക്കുഴപ്പം ഉണ്ടാക്കുന്ന ചില ചരിത്ര സംഭവങ്ങളുണ്ട്. ആ ചരിത്ര സംഭവങ്ങളെക്കുറിച്ച് ചോദ്യം ഉന്നയിക്കപ്പെടുമ്പോൾ വഹാബി ഇസ്ലാമിൻ്റെ കേരളത്തിലെ പ്രമുഖ പ്രാസംഗികരിൽ ഒരാളായിട്ടുള്ള, സംവാദകരിൽ ഒരാളായിട്ടുള്ള അനസ് മൗലവി അതിന് കൊടുക്കുന്ന വിശദീകരണമാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. ഈ വീഡിയോ നമ്മൾ പരിശോധിക്കുമ്പോൾ പ്രധാനമായിട്ടും ഇസ്ലാമുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ ഇസ്ലാം മതത്തെ അതിനെക്കുറിച്ചുള്ള അവകാശവാദങ്ങളെക്കുറിച്ചൊക്കെയുള്ള സാധാരണക്കാരായിട്ടുള്ള വിശ്വാസികളുടെ ധാരണയെ ഒന്ന് തൊട്ടുണർത്തുക എന്നുള്ളതാണ്. അവരുടെ ചിന്തയിലേക്ക് ചില കാര്യങ്ങൾ, ഞാൻ പ്രത്യേകിച്ച് അധികം എന്തെങ്കിലും കൂട്ടി പറയേണ്ടതില്ല, ചില സംഭവങ്ങൾ ഇങ്ങനെ ഓർമ്മിപ്പിച്ച് പോകുന്നു. ഒരു ചോദ്യം, അതിന് ഒരു ഉത്തരം, വിശ്വാസിയായിട്ടുള്ള ഒരു ചോദ്യം, വിശ്വാസിയായിട്ടുള്ള ഒരു ഇസ്ലാമിക പണ്ഡിതന്റെ, പ്രബോധകന്റെ ഉത്തരം. ആ ഉത്തരത്തിലൂടെ നമ്മൾ ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾക്കുള്ള മറുപടി അതിനകത്തുണ്ട്. അത് കൃത്യമായിട്ട് ചൂണ്ടിക്കാണിക്കുക എന്നത് മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. അതിലേറ്റവും പ്രധാനം ഇസ്ലാമിനെ കുറിച്ച് പൊതുവെയുള്ള, അല്ലെങ്കിൽ ഇസ്ലാമിനകത്തുള്ളവർക്കുള്ള അവകാശവാദം, ദൈവപ്രവർത്തകരുടെ അവകാശവാദം, സാധാരണ വിശ്വാസികളുടെ ധാരണ, ഇത് ലോകത്ത് എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ലാതാക്കി മനുഷ്യന്റെ ജീവിതം സുഗമമാക്കാനും, മനുഷ്യന്റെ ജീവിതം ഒരു പ്രത്യേക നിയമത്തിന് കീഴിൽ കൊണ്ടുവരാനും, സമാധാനം സ്ഥാപിക്കാനും ഒക്കെ ഉത്തമമായിട്ടുള്ള ഒരു ജീവിത പദ്ധതി ഒരുക്കാൻ വേണ്ടി ഉണ്ടായി വന്ന മതമാണ് എന്നതാണ് ഒരു പൊതുവെയുള്ള ഒരു അവകാശവാദം. നമ്മളൊക്കെ വിമർശനത്തിലൂടെ, പർട്ടിക്കുലർലി ഞാൻ പറയാറുള്ള കാര്യം, ഇസ്ലാം എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ കൾട്ടാണ്. രാഷ്ട്രീയമായ ലക്ഷ്യത്തോടു കൂടി ഉരുത്തിരിഞ്ഞു വന്ന, രാഷ്ട്രീയമായി വികാസം പ്രാപിച്ച ഒരു ദൈവിക, നമ്മൾ പറയില്ലേ മുക്കുമണ്ഡം എന്നൊക്കെ പറയില്ലേ, സ്വർണം പൂശിയ സാധനമാണ്. അപ്പൊ ദൈവികതയും ആത്മീയതയും എന്ന് പറയുന്നത് ഈ രാഷ്ട്രീയത്തിന്റെയും അധികാരത്തിന്റെയും മുകളിൽ പൂശിയ പൂശ് മാത്രമാണ് ഇസ്ലാമുമായി ബന്ധപ്പെട്ട്. അപ്പൊ അതുകൊണ്ട് അത് അങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന, വളരെ ലളിതമായിട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്ന, ഒരല്പം ആശങ്കയോടെയും ആശയക്കുഴപ്പത്തോടെയാണെങ്കിലും പതിയെ ആ തിരിച്ചറിവിലേക്ക് എത്താൻ സഹായിക്കുന്ന ഒരു ചോദ്യവും ഉത്തരവുമാണ്. അപ്പം അതുകൊണ്ട് കേട്ടിരിക്കാം. വളരെ അപകടകരമായിട്ടുള്ള ചില സ്റ്റേറ്റ്മെന്റുകളൊക്കെ, ഇസ്ലാമിൻ്റെതായിട്ടുള്ള ചില നിയമങ്ങളൊക്കെ ഇതിനിടയിൽ അറിയാതെ അനസ് മൗലവിയുടെ വായിലൂടെ വന്നു പോകുന്നുണ്ട്. അത് നമുക്ക് ആ സമയത്ത് അതിനെക്കുറിച്ച് സംസാരിക്കാം. അപ്പം നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഞാൻ പറഞ്ഞതുപോലെ ഇസ്ലാമിനെ കുറിച്ചുള്ള പൊതുവെ ഇസ്ലാമിസ്റ്റുകളുടെ അവകാശവാദം, അതാണ് നമ്മൾ ആദ്യത്തിൽ ഇന്ന് പരിശോധിക്കുന്നത്. അപ്പൊ ആദ്യം ഒന്ന് കേൾക്കാം, ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ ദീൻ പൂർത്തിയാക്കി. ആ ദീൻ ലോകാവസാനം വരെയുള്ള സമൂഹത്തിന് പ്രകാശമാണ്, വെളിച്ചമാണ്. അപ്പൊ അതാണ് ഇസ്ലാം. ഇസ്ലാം എന്ന് പറഞ്ഞാൽ 23 കൊല്ലം കൊണ്ട് മുഹമ്മദ് നബി പൂർത്തീകരിച്ച, ലോകത്തെല്ലാ കാലത്തേക്കുമുള്ള, എല്ലാ മനുഷ്യർക്കുമുള്ള ഏറ്റവും ഉത്തമമായിട്ടുള്ള വെളിച്ചം, മാതൃക, ജീവിത പദ്ധതി, സമാധാന പദ്ധതി, രാഷ്ട്രീയം എല്ലാം ഉൾച്ചേർന്നിട്ടുള്ള ഒരു മഹാസംഭവം. അങ്ങനെയെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ മുഹമ്മദ് നബിയുടെ മരണശേഷം ഇസ്ലാമിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്താണ്, മുഹമ്മദ് നബിയുടെ മരണാനന്തരമുള്ള ഒരു 25-30 കൊല്ലത്തിന്റെ കഥ എന്താണ്, ചരിത്രം എന്താണ്, മുഹമ്മദ് നബിയുടെ കുടുംബത്തിന് എന്തു പറ്റി, മകൾക്ക് എന്തു പറ്റി, പേരക്കുട്ടികൾക്ക് എന്തു പറ്റി എന്ന ചോദ്യം, മുഹമ്മദ് നബിക്ക് ശേഷം ഇസ്ലാമിക സമൂഹം എങ്ങനെയാണ് മുഹമ്മദിന്റെ പിന്മുറക്കാരായി വന്ന ഖലീഫമാരോട് പെരുമാറിയത്, അവരെങ്ങനെയാണ് കൈകാര്യം ചെയ്തത്, അല്ലെങ്കിൽ ഈ ഖലീഫമാർ എങ്ങനെയാണ് മുഹമ്മദിന്റെ പിന്തുടർച്ചക്കാരായിട്ട് രംഗപ്രവേശം ചെയ്യുന്നത് എന്ന് തുടങ്ങിയിട്ടുള്ള ചരിത്രങ്ങളിലേക്ക് ഒന്ന് എത്തി നോക്കിയാൽ അവിടെ ചില സംശയങ്ങൾ ഉരുത്തിരിയും. അത്തരം സംശയങ്ങളാണ് ഇവിടെ ചോദിക്കപ്പെടുന്നത്. ആ ചോദ്യത്തിലേക്ക് പോകാം. ഉസ്മാൻ ബിൻ അഫ്ഫാൻ ആരാൽ കൊല ചെയ്യപ്പെട്ടു, എന്തിനു കൊല ചെയ്യപ്പെട്ടു? എൻ്റെ അറിവ് ശരിയാണെന്നുണ്ടെങ്കിൽ അള്ളാഹു അക്ബർ എന്ന് പറയുന്നവരാണ് അവിടെ ഉസ്മാൻ ബിൻ അഫ്ഫാനെ കൊന്നത്. അലിയു ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു സുബഹി നമസ്കാര സമയത്ത് സുബഹി നമസ്കരിക്കാനായിട്ട് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ കഴുത്തറത്താണ് കൊന്നത്. അള്ളാഹു അക്ബർ എന്ന് പറയുന്നവരാണ് കൊന്നത്. അതിന് എന്തിനു വേണ്ടി കൊന്നു, ആര് കൊന്നു? ഒരു മറുപടി ഞാൻ പ്രതീക്ഷിക്കുക. ഈ 2 ചോദ്യത്തിന് എനിക്ക് മറുപടി ഇതിന് മുമ്പേ കിട്ടിയിട്ടില്ല, പലരോടും ചോദിച്ചിട്ട്. കർബല യുദ്ധം എന്തിനു വേണ്ടിയായിരുന്നു? അതിനും എനിക്കൊരു ആൻസർ കിട്ടിയാൽ തരക്കേടില്ല. അപ്പം ഇത്തരം കാര്യങ്ങൾക്കൊക്കെയാണ് വിശ്വാസികൾക്ക്, അല്ലെങ്കിൽ ഈ ചോദ്യകർത്താവിന് ഉത്തരം കിട്ടേണ്ടത്. എല്ലാ വിശ്വാസികളും ഈ ചോദ്യം സ്വയം ചോദിക്കുകയും അന്വേഷണം നടത്തുകയും ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുകയും ഉസ്താദുമാരോട് ചോദിക്കുകയും അത് ഉസ്താദുമാർ പറയുന്ന മറുപടി വിശകലനം ചെയ്യുകയും അത് ഇസ്ലാമിന്റെ, നേരത്തെ അനസ് മൗലവി പറഞ്ഞതുപോലെ, ലോകത്തെല്ലായിടത്തും സന്തോഷവും സമാധാനവും വെളിച്ചവും സ്ഥാപിക്കാൻ വേണ്ടി വന്ന ഒരു പ്രത്യയശാസ്ത്രവും അതിൻ്റെ പ്രവാചകരും അതിൻ്റെ അനുചരന്മാർക്കിടയിൽ ഇത്തരം സംഭവങ്ങൾ എങ്ങനെ സംഭവിക്കും എന്നതിനെക്കുറിച്ചുള്ള ഒരു ചിന്തയും ഒക്കെ ഉണ്ടാവുന്നത് വളരെ നല്ലതായിരിക്കും. ആ ചിന്തയിലൂടെയാണ്, അതിനുള്ള ഇസ്ലാമിക പണ്ഡിതന്മാരുടെ മറുപടികളിലൂടെയാണ് ഇനിയുള്ള യാത്ര. അനസ് മൗലവി തുടങ്ങും. ഉന്നയിച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം, മുസ്ലിം ഉമ്മത്തിന്റെ ഇടയിൽ
രൂപപ്പെട്ട വിഭാഗീയത അത് പല ആളുകളോടും ചോദിച്ചിട്ട് മറുപടി പറഞ്ഞിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ വിഷയം പൊതുവിൽ ആളുകൾക്ക് അറിയുന്ന ഒരു വിഷയമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞതാണ് എന്ത്, ഇങ്ങനത്തെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം എന്ന് പറഞ്ഞാൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ വെളിച്ചമാണ്, പ്രകാശമാണ്, സമാധാനമാണ്. മുഹമ്മദ് നബി 23 വർഷത്തെ കാലം കൊണ്ട് ഇരുളടഞ്ഞ ഒരു സമൂഹത്തെ വെളിച്ചത്തിലേക്ക് നയിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ അല്ലെങ്കിൽ പൂർത്തീകരിച്ച ഒരു പദ്ധതിയാണ്. ദൈവത്തിന്റെ മതമാണ്, സമാധാനമാണ്. അതുകൊണ്ട് തന്നെ പിന്നീടുള്ള ആളുകൾക്ക് എന്ത് സംഭവിച്ചു, ഖലീഫമാർ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാവും എന്ന് മനസ്സിലാക്കുക. ഖലീഫമാര് മുസ്ലിങ്ങളാൽ കൊല ചെയ്യപ്പെട്ടു എങ്കിൽ അതിനും ഒരു കാരണമുണ്ടാകും എന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്ക് സംഗതി മനസ്സിലായിട്ടില്ലെങ്കിൽ കൂടെ പോന്നോളൂ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ ദീൻ പൂർത്തിയാക്കി. ആ ദീൻ ലോകാവസാനം വരെയുള്ള സമൂഹത്തിന് പ്രകാശമാണ്, വെളിച്ചമാണ്. ഇരുളാർന്ന ഒരു കാലഘട്ടം, ആ കാലഘട്ടത്തിൽ ജീവിച്ച ഒരു ജനവിഭാഗത്തെ വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ കൊണ്ട് റസൂലുള്ള അതിന് നൽകിയ വിശദീകരണങ്ങൾ കൊണ്ട് മുഹമ്മദ് നബി സംസ്കരിച്ചു. 23 കൊല്ലക്കാലം ലോകം അത് ശ്രദ്ധിച്ചു. ഇന്നും ലോകം അതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് ഇസ്ലാമിന്റെ പ്രത്യേകത എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇതിനെ കൂടെ ചേർത്ത് പറയാം. പല വിശ്വാസികളും പറയാറുള്ളതാണ്. എന്നാൽ ഇവർ പറയുന്നത് പോലത്തെ ഇരുളടഞ്ഞ ഒരു സമൂഹത്തെ തെളിമയാർന്ന ഒരു ഭാവിയിലേക്ക് കൈപിടിച്ച് നടത്തിയ മഹാനായിരുന്നു മുഹമ്മദ് നബി എന്ന് ചോദിച്ചാൽ അല്ല എന്നാണ് ഉത്തരം. അതിന്റെ കാരണം ഇദ്ദേഹം തന്നെ ചോദ്യകർത്താവിന്റെ ചോദ്യത്തിനുള്ള മറുപടി വിശദീകരിച്ചുകൊണ്ട് ആ ചോദ്യത്തിന്റെ ഉത്തരം പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെടും എന്നാണ് വിചാരിക്കുന്നത്. പിന്നെ എന്തായിരുന്നു അവിടെ സംഭവിച്ചത്? ശരിയാണ്, ഒരു രാഷ്ട്രീയക്കാരൻ എന്ന രീതിയിൽ ഇദ്ദേഹത്തിന്റെ അവകാശവാദം അനുസരിച്ച് ആ അവകാശവാദം തെറ്റാണ്. മറ്റൊരു തരത്തിൽ ആലോചിച്ചാൽ ഒരു പ്രദേശത്തെ ഭിന്നമായി നിൽക്കുന്ന ചെറിയ ഗോത്രങ്ങളെ, ഗോത്ര സംവിധാനങ്ങളെ, ഗോത്ര ഭരണത്തെ അധികാരത്തിന്റെ ദണ്ടുപയോഗിച്ച് അല്ലെങ്കിൽ ആയുധം ഉപയോഗിച്ച് കീഴ്പ്പെടുത്തി ഒരു സാമ്രാജ്യമായി, ഒരു രാഷ്ട്രമായി, രാഷ്ട്രീയമായിട്ട് ഒരു മുന്നേറ്റം നടത്താനും ആധിപത്യം സ്ഥാപിക്കാനും അതിന്റെ സ്വയം പ്രഖ്യാപിത ഖലീഫയായിട്ട് അവരോധിക്കാനും ഒക്കെ മുഹമ്മദിന് കഴിഞ്ഞിട്ടുണ്ട്. രാഷ്ട്രീയമായി അധിനിവേശത്തിലൂടെ പ്രദേശങ്ങളെ കൈക്കലാക്കുകയും ഭരണം പിടിക്കുകയും ചെയ്തിരുന്ന ആ കാലഘട്ടത്തിന്റെ ഒരു രീതി അനുസരിച്ച് മുഹമ്മദ് സക്സസ്ഫുൾ ആയ ഒരു ഭരണാധികാരിയായി പിന്നീട് മാറിയിട്ടുണ്ട്. ഇതാണ് വാസ്തവം. ഇതതിന്റെ രാഷ്ട്രീയമാണ്. ഇസ്ലാം അപ്പടിയ രാഷ്ട്രീയമാണ്. അത് അനസ് മൗലവിയും സമ്മതിക്കും. ഇന്ന് ഇസ്ലാമിൽ കാണുന്നതും ഈ ചോദ്യകർത്താവ് ചോദിച്ചതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ രാഷ്ട്രീയമാണ് എന്ന് അദ്ദേഹം പറയുന്നത് നമുക്ക് പുറകെ കേൾക്കുകയും ചെയ്യാം. അതിനുശേഷം വന്ന ഇസ്ലാമിക ലോകത്തെ ഒന്നാം ഖലീഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം 2.5 വർഷക്കാലം ഖിലാഫത്ത് നടത്തി. അദ്ദേഹത്തിന് പനി ബാധിച്ചു. ആ പനിക്ക് കാരണം വേറെ വിശദീകരണങ്ങളുണ്ട്. യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ വഫാത്ത് തന്നെയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പിടിച്ചു കുലുക്കുകയും അത് അദ്ദേഹത്തിന് മാനസിക പ്രയാസങ്ങളും ശാരീരിക പ്രയാസങ്ങളും ഉണ്ടാക്കുകയും അങ്ങനെ അദ്ദേഹം മരണത്തിലേക്ക് എത്തുകയും ചെയ്തു എന്ന വിശദീകരണങ്ങളുണ്ട്. അതിൽ തർക്കവോ സംശയവും ഉന്നയിക്കപ്പെടാത്തതുകൊണ്ട് ഞാനത് ചർച്ചയ്ക്ക് എടുക്കുന്നില്ല. അനസ് മൗലവിക്ക് സംശയം, ഇത്രയൊക്കെ ചോദിച്ച ആള് എന്തുകൊണ്ടാണ് അബൂബക്കർ സിദ്ദീഖിന്റെ കാര്യം, അബൂബക്കറിന്റെ ഖിലാഫത്ത് കയ്യിൽ വന്ന കാര്യം, മുഹമ്മദ് നബിയുടെ മരണാനന്തരം ജനാസ മറവ് ചെയ്യുന്നത് വരെയുള്ള കാര്യം ഒന്നും ചോദിക്കാതിരുന്നത് എന്തുകൊണ്ട് എന്ന ഒരു അത്ഭുതം അദ്ദേഹത്തിനുണ്ട്. എന്തായാലും രക്ഷപ്പെട്ടല്ലോ എന്ന ഭാവം അദ്ദേഹം പറയുന്നത്. അതിലൊന്നും ഒരു തർക്കമൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം അതിനകത്ത് മുഹമ്മദ് നബി മരിച്ചതിലുള്ള സങ്കടവും ശാരീരികവും മാനസികവുമായിട്ടുള്ള പ്രയാസങ്ങളും ആ പെടപ്പും അങ്ങനെ ബാധിച്ച പനിയാണ് അവസാനം വരെ മുഹമ്മദ് ബിൻ അബൂബക്കറിനെ പിന്തുടരുകയും മരണത്തിന് കാരണമാക്കുകയും ചെയ്യുന്നതൊക്കെയാണ്. മുഹമ്മദ് നബിയുടെ ആ ഒരു പെടപ്പ് എന്ന് പറയുന്നത്, ആ ഒരു കിതപ്പ്, ആ ഹൃദയത്തിന്റെ മിടിപ്പ് എന്നൊക്കെ പറയുന്നത് മുഹമ്മദ് നബിയുടെ ജനാസ മരണപ്പെട്ടിടത്ത് കിടക്കുകയും അബൂബക്കറിനെ ഖലീഫയായിട്ട് അവരോധിക്കാൻ വേണ്ടിയിട്ട് ഉമറും ഉസ്മാനും ഉൾപ്പെടെയുള്ള ചില ആളുകൾ അവിടെ മറ്റൊരു സംഘം ഗൂഢാലോചന നടത്തുകയും അലിയും അബ്ബാസും ഒക്കെ മറ്റൊരു ഭാഗത്ത് നിൽക്കുകയും ചെയ്യുന്ന ചിത്രം ഓർക്കുക. അവിടെ ആ അധികാരത്തിൽ ഈ അബൂബക്കറിന്റെ ഖിലാഫത്ത് മുഹമ്മദ് നബി മരിച്ചു കഴിഞ്ഞിട്ട് മാനസികമായി തകർന്നു കിടക്കുമ്പോൾ ജനാസ മറവ് ചെയ്യുന്നതിന് മുമ്പ് ഖലീഫയെ തെരഞ്ഞെടുക്കാനുള്ള തത്രപ്പാടിൽ ഗൂഢാലോചന നടത്തിയ ടീമിനെ കുറിച്ചാണ് ഇത് പറയുന്നത് എന്നത് വിശ്വാസികൾ മനസ്സിലാക്കുക. അപ്പൊ എന്തായാലും അങ്ങനെ അബൂബക്കർ എന്തായാലും പനി പിടിച്ച് മരണപ്പെട്ടു പോയി. ഇനി അവിടുന്ന് അങ്ങോട്ടുള്ള കാര്യം ഉമറാണ്. ഉമറിന്റെ കാര്യം തീരുമാനാക്കണം. അത് കഴിഞ്ഞിട്ട് വേണം ചോദ്യകർത്താവ് എന്തായാലും വളരെ കണിശമായിട്ടുള്ള വളരെ കൃത്യമായിട്ടുള്ള ചോദ്യമാണ് ചോദിച്ചത്. മുസ്ലിങ്ങളാണ് കൊലപ്പെടുത്തിയത് എന്ന കാര്യത്തിൽ ഇസ്ലാമിക ലോകത്ത് തർക്കമില്ലാത്ത 2 ഖലീഫമാരുടെ പേരാണ് അദ്ദേഹം ഉന്നയിച്ചത്, ഉസ്മാനും അലിയും. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞു പോകുമ്പോൾ അനസ് മൗലവി എന്തായാലും ഉമറിന്റെ കാര്യം കൂടി പരാമർശിച്ചു പോകുന്നു. കാരണം ചോദ്യകർത്താവ് കർബലയും ഉന്നയിച്ചിട്ടുണ്ട്. അത് കർബല എന്ന് പറഞ്ഞാൽ ഇരുതല മൂർച്ചയുള്ള വാളാണ്. അതിനെ ന്യായീകരിക്കാനും കഴിയില്ല, തള്ളിക്കളയാനും കഴിയില്ല. അതുകൊണ്ട് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് അതിനകത്തുണ്ട്. അപ്പൊ അതുകൊണ്ട് കർബല അവിടെ പരാമർശിക്കപ്പെടേണ്ടതുള്ളത് കൊണ്ട് ഉമറിനെ കൂടി പരാമർശിക്കാതെ പോയാൽ, അല്ലെങ്കിൽ ഉമറിന്റെ ഘാതകനെ കൂടി പരാമർശിക്കാതെ പോയാൽ ശരിയാവില്ല എന്ന് അനസ് മനസ്സിലാക്കുകയും അദ്ദേഹം ആ രീതി തുടരുകയുമാണ് ചെയ്യുന്നത്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്ത് അത് സംഭവിക്കുന്നത് നമുക്കറിയാം. അബൂ ലുഅ്ലുഅ എന്ന് പറയുന്ന മജൂസി
അദ്ദേഹം അടിവയറ്റിൽ കടാര കുത്തി ഇറക്കിയിട്ടാണ് ഉമർ റളിയല്ലാഹു അൻഹുവിനെ കൊല്ലുന്നത്. അബൂലു ഉലു അത്ത് എന്ന മജൂസി, അത് മനസ്സിലാക്കുമ്പോൾ അദ്ദേഹം അവസാനത്തിൽ കൊണ്ടുവന്ന ചില സൂചനകൾ കൂടി അതിനോട് ബന്ധപ്പെടുത്തി മനസ്സിലാക്കണം. ഈ അവസാനത്തിൽ കൊണ്ടുവന്ന സൂചന എന്ന് പറയുന്നത് കർബലയെ കുറിച്ചാണ് കേട്ടോ. കർബലയിൽ ഇതൊക്കെ പറയുമ്പോഴും അനസ് മൗലവി കർബലയിലേക്ക് കാര്യമായി കടക്കുന്നില്ല. കർബല ഭംഗ്യന്തരേണ പറഞ്ഞു പോവുകയാണ്. കർബലയൊക്കെ കൂടി പൊതിഞ്ഞ് ചില കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ കർബല അവിടെ പരാമർശിച്ചിട്ടുള്ളത് കൊണ്ട് ഉമറിന്റെ ഘാതകനെ കൂടി പരാമർശിച്ച് ഷിയാക്കളും ഇസ്ലാമിന്റെ ശത്രുക്കളാണെന്ന് വരുത്തി ഖലീഫയെ കൊന്നതിൽ ഷിയാക്കളുടെ പങ്ക്, അല്ലെങ്കിൽ ഇന്ന് നമ്മൾ ഷിയാക്കൾ എന്ന് വിളിക്കുന്നവരുടെ മുൻ തലമുറക്കാരുടെ പങ്ക് സ്ഥാപിച്ച് മാത്രമേ ചോദ്യകർത്താവിന്റെ ചോദ്യമായ ഉസ്മാനിലേക്കും അലിയിലേക്കും എത്താൻ അനസിന് നിർവാഹമുള്ളൂ എന്നതുകൊണ്ട് അനസ് അത് കൃത്യമായി നിർവഹിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ അബൂലു ഉലുഅ ഉമറിനെ കൊലപ്പെടുത്തി. ആ അബൂലു ഉലുഅ മജൂസിയാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നു. സുന്നികൾ അങ്ങനെ വാദിക്കുന്നു. അതേസമയത്ത് ഷിയാക്കൾ അദ്ദേഹം ചെയ്തത് ഒരു പുണ്യപ്രവൃത്തിയാണെന്നും അദ്ദേഹം ഒരു മഹാനാണെന്നും പറയുന്നു. അദ്ദേഹത്തിന്റെ ടോംബ് ഇറാനിലുണ്ട്. അത് വലിയ ആഘോഷമായിട്ട്, പെരുന്നാളായിട്ട് അവര് അവിടെ ആഘോഷങ്ങൾ കൊണ്ടാടുന്നു എന്നതൊക്കെയാണ് അനസ് മൗലവിയുടെ പരാതി. ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫ അബൂലു ഉലുഅ എന്ന് പറയുന്ന മജൂസിയുടെ ഖബർ കെട്ടിപ്പൊക്കി അവിടെ പോയി നേർച്ച നടത്തുന്ന ആളുകളാണ് ഷിയാക്കൾ. നിങ്ങൾക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ അബൂലു ഉലുഅ എന്ന് പറയുന്ന മജൂസിയുടെ മഖബറ കെട്ടിപ്പൊക്കി അവിടെ ഷിയാക്കളായ ആളുകൾ ഖബർ പൂജ നടത്തുന്നത് കാണാം. മാത്രമല്ല അബൂലു ഉലുഅ എന്ന് കേൾക്കുമ്പോൾ ഷിയാക്കൾ റളിയല്ലാഹു അൻഹു എന്നാണ് പറയുന്നത്. അബൂലു ഉലുഅ മുസ്ലിമാണ് എന്നാണ് ഷിയാക്കൾ വാദിക്കുന്നത്. അത് അദ്ദേഹത്തിന്റെ അവസാന ഭാഗത്തുള്ള ചോദ്യത്തിന് ഉത്തരം തേടുമ്പോൾ മനസ്സിലാക്കാനും പഠിക്കാനും വേണ്ടി ഒന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം. ഇവിടെയും ഈ അവസാന ഭാഗം അതിന് ഉത്തരം തേടുമ്പോൾ മനസ്സിലാക്കാന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും കർബല ഒരു വല്ലാത്ത ചോദ്യമാണ്. വിശ്വാസികളെ സംബന്ധിച്ച് കർബലയിലേക്ക് നയിച്ച സംഭവങ്ങൾ, കർബലയ്ക്ക് മുമ്പുള്ള സംഭവങ്ങൾ, അത് വിശ്വാസികൾ അറിയരുതേ, വിശ്വാസികളിൽ നിന്ന് ചോദ്യം ഉയരരുതേ എന്ന് ഓരോ ഉസ്താദും ആഗ്രഹിക്കുന്നതാണ്. അതുകൊണ്ട് കർബല ഒരു ആശങ്കയായിട്ട് മുന്നിലുണ്ട്. അപ്പൊ ഷിയാക്കൾ മജൂസിയായിട്ടുള്ള ഒരു വ്യക്തി, ഉമറിന്റെ ഘാതകനായിട്ടുള്ള മജൂസിയെ ആരാധിക്കുന്നു. ആരാധിക്കാൻ മീൻസ് അതിൽ അവർക്ക് പ്രത്യേകമായിട്ടുള്ള ഖബർ ആരാധനയൊക്കെ നടത്തുന്നു, നേർച്ച നടത്തുന്നു, അദ്ദേഹം മഹാനാണ് എന്ന് സങ്കല്പിക്കുന്നു എന്നതൊക്കെയാണ് പരാതി. അതിന്റെ ഒരു ചെറിയ കാര്യം കൂടി ആ കാര്യത്തിൽ പറയാനുണ്ട്. ഏതായാലും ആ അബൂലു ഉലുഅ എന്ന മജൂസി എന്നാണ് മുസ്ലിങ്ങൾ മനസ്സിലാക്കുന്നത്. ഷിയാക്കൾ അദ്ദേഹം മുസ്ലിമാണെന്നും മാത്രമല്ല അദ്ദേഹം വലിയ ദീനിന് വലിയ കർമ്മം ചെയ്ത വ്യക്തിയാണെന്നാണ് ഷിയാക്കൾ വിശ്വസിക്കുന്നത്. അഹ്ലുസുന്ന അങ്ങനെ വിശ്വസിക്കുന്നില്ല. അദ്ദേഹം മജൂസിയാണെന്നാണ് വിശ്വസിക്കുന്നത്. അപ്പൊ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തും ഷിയ വിഭാഗവും തമ്മിൽ ഇസ്ലാമിന്റെ രണ്ടാം ഖലീഫയെ കൊലപ്പെടുത്തിയ വ്യക്തിയുടെ കാര്യത്തിൽ പോലും, അദ്ദേഹത്തിന്റെ വിശ്വാസത്തിന്റെ കാര്യത്തിൽ പോലും ഇത്രയും വലിയ ഭിന്നത ഉണ്ടാവാൻ എന്താ കാരണം? അതിനൊരു കാരണം ഉണ്ടാവുമല്ലോ. ആ കാരണം നമുക്ക് മനസ്സിലാവണമെങ്കിൽ മുഹമ്മദ് നബി മരണപ്പെട്ട് അതിന്റെ വിഷമത്തിൽ പനി പിടിച്ച് അബൂബക്കർ മരിക്കുന്നതിന് മുൻപ് നടന്ന ഒരു മരണം ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. ആ മരണം മുഹമ്മദ് നബിയുടെ പൊന്നോമന പുത്രിയായിരുന്ന ഫാത്തിമ ബീവിയുടേതാണ്. ഫാത്തിമ ബീവിയുടെ മരണവും അബൂബക്കറിന്റെ ഖലീഫ ആയിട്ടുള്ള അവരോധിക്കപ്പെടലും ഉമറിന്റെ അതിലുള്ള ഇടപെടലുകളും ഖലീഫയെ ബൈഅത്ത് ചെയ്യാൻ വിസമ്മതിച്ച അലിയും ഫാത്തിമയും, ഖലീഫയുമായിട്ട് അലിയും ഫാത്തിമയും ഉണ്ടാവുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ, തർക്കങ്ങൾ, അതിനെ തുടർന്ന് ഉമറിന്റെ ഭീഷണി, ഫാത്തിമയുടെ വീടാക്രമിക്കൽ, അപകടത്തിൽ പരിക്ക് പറ്റൽ, ഫാത്തിമയുടെ ദാരുണമായ അന്ത്യം, കൊലപാതകം. എന്നിട്ട് വേണം നമ്മൾ ഉമറിന്റെ ഘാതകരിലേക്ക് പോകാൻ. അനസ് മൗലവി അത് മറന്നുപോയതായിരിക്കും. എന്നിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ ഉമറിനെ കൊലപ്പെടുത്തിയതിൽ പങ്കാളിയായ അല്ലെങ്കിൽ ഉമറിന്റെ ഘാതകൻ എന്ന് വിചാരിക്കുന്ന അബൂലു ഉലുഅക്ക് ഷിയാക്കൾ ഇപ്പോൾ അതിന് അവിടെ മക്ബറ കെട്ടിപ്പൊക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഗുട്ടൻസ് അതിൽ നിന്ന് നിങ്ങൾക്ക് കണക്ട് ചെയ്ത് മനസ്സിലാക്കിയെടുക്കാവുന്നതാണ്. കാരണം ഉമർ ഇസ്ലാമിക ലോകത്തു നിന്നുണ്ടാവുന്ന സകല ഫിത്നകളുടെയും ആശാനായിട്ട് ഷിയാക്കൾ വിചാരിക്കുന്നയാൾ ഉമറാണ്. ചരിത്രത്തിൽ അതിന് അവരുടെ വാദങ്ങളെ തെളിയിക്കുന്ന, സാധൂകരിക്കുന്ന നിരവധി ഇടപെടലുകൾ ഉമറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത് നമുക്ക് കണ്ടെത്താനും പറ്റും. അത് സുന്നികളുടെ ചരിത്രം വായിച്ചാലും കിട്ടും. അപ്പൊ ഉമറിന്റെ കാര്യത്തിൽ തീരുമാനമായി. ഇനി നമ്മൾ നേരത്തെ ചോദ്യകർത്താവ് ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം. ഉസ്മാനും അലിയും. നേരത്തെ ചോദ്യകർത്താവും ഉമറിനെ കൊന്നത് മുസ്ലിമാണ് എന്ന് അവകാശപ്പെട്ടിട്ടില്ല. കാരണം അദ്ദേഹം ഒരുപക്ഷെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ വിശ്വാസത്തിലായിരിക്കാം. അബൂബക്കർ മരണപ്പെട്ടതാണ് എന്നതുകൊണ്ട് അത് ഒഴിവാക്കി. അദ്ദേഹം വളരെ കൃത്യമായി ഉസ്മാന്റെ കാലം മുതൽ ഇങ്ങോട്ട് എന്ന നിലവാരത്തിലേക്കാണ് അദ്ദേഹത്തിന്റെ ചോദ്യം ക്ലിപ്തപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഉസ്മാന്റെ ഘാതകനിൽ നിന്ന് തന്നെ ഉത്തരം നമുക്ക് തുടങ്ങേണ്ടതുണ്ട്. ഇനി നമുക്ക് ഉസ്മാന്റെ കാലഘട്ടത്തിലേക്ക് വരാം. മൂന്നാം ഖലീഫ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കൊന്നതാര്? മുസ്ലിങ്ങൾ. നാലാം ഖലീഫ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു കൊന്നതാര്? മുസ്ലിങ്ങൾ. മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക സമൂഹത്തിന്റെ ഉള്ളിൽ ഉടലെടുത്ത അവാന്തര വിഭാഗങ്ങൾ. ആ അവാന്തര വിഭാഗങ്ങൾ എങ്ങനെ ഉണ്ടായി? അവസാന ചോദ്യം വീണ്ടും മുമ്പോട്ട് കയറി പോകണം. എവിടെ പോകണം? ഷിയായിസത്തിലേക്ക് പോകണം, അലിയുടെ ആരാധകര വൃന്ദത്തിലേക്ക് പോകണം, ഫാത്തിമയെ കൊന്നതിന്റെ പിന്നിൽ ഉമറാണെന്ന് വിചാരിച്ചവരിലേക്ക് പോകണം, ഫാത്തിമയുടെ രക്തത്തിന് പകരം ചോദിക്കണം എന്ന് തീരുമാനിച്ചവരുടെ അടുത്തേക്ക് പോകണം,
മുഹമ്മദിന്റെ കുടുംബത്തെ മുച്ചൂട് മുടിക്കുന്ന തരത്തിൽ മുഹമ്മദിന്റെ മരണാനന്തരം മുഹമ്മദിന്റെ മയ്യത്ത് ഒരു ഭാഗത്ത് മൂലയ്ക്ക് കിടക്കുമ്പോൾ അധികാരത്തിനു വേണ്ടി പണി ചെയ്ത ആളുകളിലേക്ക് പോകണം, അവർക്കെതിരെ സമരം പ്രഖ്യാപിച്ചവരിലേക്ക് പോകണം. എവിടെ പോകണം? ഷിയാക്കളുടെ അടുത്തേക്ക് പോകണം. എന്താണ് കഥ? അടുത്തത്, ഇന്നും ലോകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഷിയാക്കൾ രൂപപ്പെട്ടത് യഥാർത്ഥത്തിൽ ഇന്നല്ല, ഇന്നലെയല്ല, മിനിഞ്ഞാന്നല്ല. ഈ വിഭാഗീയത ആ സ്വഹാബത്തിന്റെ കാലഘട്ടം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിലോ ഉമർ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിലോ നടന്നിട്ടില്ല. അതിന്റെ അർത്ഥം വിഭാഗീയത അന്ന് തുടങ്ങിയിട്ടില്ല എന്നല്ല. ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞു പോകുന്ന ചോദ്യകർത്താവ് ചോദിച്ച ഉസ്മാന്റെ അവിടെ എത്തുമ്പോൾ വേറെ ഉത്തരവൊന്നും പറയില്ല. ഉസ്മാന്റെ ഘാതകർ മുസ്ലിങ്ങളാണ്, അലിയുടെ ഘാതകർ മുസ്ലിങ്ങളാണ്. പിന്നെ കർബലയുടെ കഥ മുഴുവൻ അത് കണ്ണീരിന്റെ കഥയാണ്. മനുഷ്യത്വഹീനമായിട്ടുള്ള മുഹമ്മദിന്റെ കുടുംബത്തിന്റെ അടിവേരറക്കുന്ന സംഭവമാണ്. അപ്പൊ അതിലേക്കൊക്കെ പോകണം. അതൊക്കെ മുസ്ലിങ്ങൾ തന്നെയാണ് ചെയ്തത്. അതെന്തുകൊണ്ട്, എന്തിനു സംഭവിച്ചു, എങ്ങനെ സംഭവിച്ചു, ഇസ്ലാമിന്റെ നേരത്തെ പറഞ്ഞ അവകാശവാദവുമായിട്ട് ഇതെങ്ങനെ പൊരുത്തപ്പെടും? ഇതാണ് ചോദ്യം. അതിന് അനസ് മൗലവി പറയാൻ പോകുന്ന മറുപടി, അത് നിങ്ങൾ വിചാരിക്കുന്ന മാതിരി ഉസ്മാന്റെ കാലത്ത് തുടങ്ങിയെന്നല്ല, അതൊക്കെ അതിന്റെ മുമ്പേ ഉണ്ട്. മുമ്പേ ഉണ്ടെന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബിയുടെ കാലത്ത് തന്നെ ഉണ്ട്. ലോകത്ത് ആദ്യം പൊളിക്കപ്പെട്ട പള്ളി ആര് പൊളിച്ചതാ? മുഹമ്മദ് നബിയുടെ ഉത്തരവ് പ്രകാരം പൊളിച്ചതാണ്. അനസ് മൗലവി നമുക്ക് പറഞ്ഞുതരും. മുസ്ലിങ്ങൾ കെട്ടിപ്പൊക്കിയ നമസ്കാരം നടക്കുന്ന പള്ളി, ആദ്യത്തെ പള്ളി പൊളിച്ചത് ആരാണ്? ആദ്യത്തെ മുസ്ലിം പള്ളി പൊളിക്കാൻ ഉത്തരവിട്ട ഭരണാധികാരി ആരാണ് എന്ന് നിങ്ങളോട് ആരെങ്കിലും ഒരു ചോദ്യം വന്നാൽ നിങ്ങൾ എന്ത് ഉത്തരം എഴുതും? നിങ്ങൾ എഴുതണം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലേ? പറഞ്ഞുതരാം. അപ്പൊ ഇതൊക്കെ മുഹമ്മദ് നബിയുടെ കാലത്തേ ഉണ്ട്, ഉസ്മാന്റെ കാലത്ത് തുടങ്ങിയതൊന്നുമല്ല എന്നാണ്. എന്തുകൊണ്ട് സംഭവിക്കുന്നു? നിങ്ങൾ അവകാശവാദവും ഇതും തമ്മിൽ പൊരുത്തപ്പെടുന്നില്ലല്ലോ എന്ന സന്ദേഹത്തിനുള്ള മറുപടി. വിഭാഗീയത യഥാർത്ഥത്തിൽ തുടങ്ങിയത് റസൂലുള്ളാഹിന്റെ കാലത്താണ്, പക്ഷെ നടന്നില്ല. സാധാരണ പറഞ്ഞു വന്നത് ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലത്ത് മുസ്ലിങ്ങൾ കൊന്നൂന്നല്ലേ. യഥാർത്ഥത്തിൽ അതിന് തുടക്കം കുറിച്ചത് ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലത്തല്ല. ഒരുപാട് ആളുകളോട് അദ്ദേഹം ചോദിച്ച ചോദ്യം അതുകൊണ്ടാണ് ഒന്ന് കാര്യമായി നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ് ഞാൻ അങ്ങനെ വിശദീകരിക്കുന്നത്. യഥാർത്ഥത്തിൽ വിഭാഗീയതയും പ്രശ്നങ്ങളും തുടങ്ങിയത് ഉസ്മാന്റെ കാലത്തല്ല എങ്കിൽ അദ്ദേഹത്തിന്റെ ചോദ്യത്തിന് വീണ്ടും പ്രാധാന്യം കൂടുകയാണ് അനസ് മൗലവി ചെയ്യുന്നത്. അത് അദ്ദേഹത്തിന്റെ ചോദ്യം പ്രസക്തമാക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ പറയുന്നത് പ്രകടമായി നമ്മുടെ മുമ്പിലുള്ള കാര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് ഉസ്മാന്റെ കാലത്തല്ല മുഹമ്മദിന്റെ കാലത്ത് തന്നെ പടലപ്പിണക്കങ്ങളും പ്രശ്നങ്ങളും തുടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ മുഹമ്മദ് എന്തെടുക്കുകയായിരുന്നു എന്നും മുഹമ്മദിന്റെ പ്രാധാന്യം എന്താണ് എന്നും മുഹമ്മദ് എന്ത് ചെയ്തു എന്നും മുഹമ്മദിന്റെ മികവ് എന്താണ് എന്നുമാണ് നിങ്ങൾ പറയുന്നത്. പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ മറികടന്നു എന്നുള്ളതോ പ്രതിരോധിച്ചു എന്നുള്ളതോ, ഒരു സമൂഹത്തെ വെളിച്ചത്തിലേക്ക് നയിക്കാൻ വന്ന ആളുകളുടെ അടി തീർത്തു, അത് പുറത്തു വരാൻ സമ്മതിക്കാതെ തള്ളിപ്പിടിച്ചിരുന്നു എന്നതാണോ അവകാശവാദം? അതാണോ മുഹമ്മദിന്റെ മേന്മ? റസൂലുള്ള മദീനത്ത് ജീവിക്കുമ്പോൾ യഹൂദികളായ ആളുകൾ, ഖുറൈശികളായ ആളുകൾ, ഇവരെല്ലാവരും കൂടെ സംഗമിച്ച് ഇസ്ലാമിക സമൂഹത്തിൽ രൂപപ്പെട്ട ഒരു സംഘം, അവരുടെ പേരാണ് നിഫാഖ് ബാധിച്ച മുനാഫിക്കുകളായ ആളുകൾ. അവര് റസൂലുള്ള ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഇസ്ലാമിന്റെ പുറത്തുള്ള കക്ഷികളുമായി സഖ്യം ചേർന്ന് രഹസ്യ ധാരണയുണ്ടാക്കി. അങ്ങനെയാണ് റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിൽ തന്നെ മസ്ജിദുൽ ദിറാർ ഉണ്ടാക്കുന്നത്, റസൂലുള്ളാഹിന്റെ മദീനത്ത്. അപ്പൊ മുഹമ്മദ് നബിയുടെ കാലഘട്ടത്തിൽ തന്നെ വിഭാഗീയത ഉണ്ടാവുകയും ഒരു കൂട്ടം ആളുകൾ സെപ്പറേറ്റ് ഒരു പള്ളി പണിയുകയും ഒക്കെ ചെയ്തു എന്ന് പറയുമ്പോൾ ഈ പള്ളിയിൽ മുഹമ്മദ് യാതൊരു പങ്കുമില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. മുഹമ്മദിന്റെ അടുത്ത് വരികയും ദൂരദേശമായതിനാൽ നമസ്കാരത്തിന് എത്താനുള്ള ബുദ്ധിമുട്ട് പരിഗണിച്ച് നമസ്കാര ആവശ്യത്തിന് വേണ്ടി മറ്റൊരു പള്ളി പണിയണം എന്ന് ആവശ്യപ്പെടുകയും മുഹമ്മദിന്റെ അനുമതി പ്രകാരം പള്ളി പണി പൂർത്തിയാക്കുകയും ചെയ്ത പള്ളിയാണ് മസ്ജിദുൽ ദിറാർ. ആ മസ്ജിദുൽ ദിറാറിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടി മുഹമ്മദ് നബി വരണം എന്നവർ ആവശ്യപ്പെട്ടിരുന്നു. ആ മുഹമ്മദ് നബി പറഞ്ഞത്, ഞാനിതല്ല, യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പിലാണ്, ഇപ്പൊ നമ്മുടെ മുമ്പിൽ പള്ളിയല്ല പ്രധാനം, യുദ്ധമാണ് പ്രധാനം, യുദ്ധം കഴിഞ്ഞിട്ടേ വേറെ പരിപാടിയുള്ളൂ, അതുകൊണ്ട് യുദ്ധം കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് നോക്കാം എന്ന് മുഹമ്മദ് പറഞ്ഞു. മുഹമ്മദ് യുദ്ധത്തിന് പോയി തിരിച്ചു വന്നതിനിടയിൽ അവിടെ എന്തൊക്കെയോ സംഭവിക്കുന്നു എന്നും എന്തൊക്കെയോ ഗൂഢാലോചന നടത്തുന്നു എന്നും ഒക്കെ പറഞ്ഞിട്ട് തിരിച്ചു വരുന്ന വഴി മദീനയിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് ആ പള്ളി പൊളിക്കാൻ മുഹമ്മദ് ഉത്തരവിട്ടു എന്നുമാണ് കഥ. ആ മസ്ജിദുൽ ദിറാറിനെ കുറിച്ചാണ് അനസ് മൗലവി പറയുന്നത്. അപ്പൊ മുഹമ്മദ് നബിയുടെ മദീന കാലഘട്ടത്തിന്റെ ആ ഘട്ടത്തിൽ തന്നെ വിശ്വാസികളിൽ പ്രശ്നങ്ങൾ ഉടലെടുക്കുകയും ഒരൊറ്റ ഉമ്മത്ത് എന്ന മുഹമ്മദിന്റെ മദീന പ്രഖ്യാപനം നടക്കാതെ പോവുകയും മുഹമ്മദിനെ ഭയപ്പെട്ടുകൊണ്ട് മുഹമ്മദിന്റെ കീഴിൽ മുഹമ്മദിന് വിരുദ്ധമായ ശക്തികൾ പ്രവർത്തിച്ചിരുന്നു എന്നുമല്ലേ ഈ പറഞ്ഞതിന്റെ ചുരുക്കം? ഖുർആൻ അത് പറഞ്ഞല്ലോ സൂറത്ത് തൗബയിൽ. ആ മസ്ജിദുൽ ദിറാർ ഉണ്ടാക്കിയത് മുസ്ലിങ്ങളാണ്. എന്നുവെച്ചാൽ നബിയുടെ കൂടെയുള്ള, നബിയുടെ റസൂലുള്ളാഹിന്റെ കൂടെ ഉണ്ട് എന്ന് പറയുന്ന, പ്രവാചകന്റെ കൂടെ നടക്കുന്ന, സ്വഹാബത്തിന്റെ കൂടെ നടക്കുന്ന ആളുകൾ തന്നെയാണ് മസ്ജിദുൽ ദിറാർ ഉണ്ടാക്കിയത്. അതിന് ഗൂഢോദ്ദേശം ഉണ്ടായിരുന്നു. അപ്പോൾ റസൂലുള്ള ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ആ വിഭാഗീയതക്കുള്ള പണിയെടുക്കുന്നുണ്ട്. പക്ഷേ റസൂലുള്ള ജീവിച്ചിരുന്നപ്പോൾ അത് നടന്നില്ല. പള്ളി ഉണ്ടാക്കിയ പള്ളി പൊളിച്ചു കളയാൻ ഉത്തരവിട്ടു, പൊളിച്ചു. അപ്പൊ ആദ്യം പൊളിച്ച പള്ളി ഏതാണ്? മസ്ജിദുൽ ദിറാർ. ആദ്യം പള്ളി പൊളിക്കാൻ ഉത്തരവിട്ട ഭരണാധികാരിയുടെ പേരെന്താണ്? മുഹമ്മദ് നബി. എഴുതി വെച്ചോളി, മറക്കരുത്. ഇനി തെറ്റി ഉത്തരം എഴുതരുത് ആരും. വേറെ പള്ളിന്റെ പേരൊന്നും
എഴുതി പോകരുത്. അപ്പൊ എന്തായാലും ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഉസ്മാന്റെ കാര്യത്തിൽ ഇത്ര ബേജാറാവേണ്ട കാര്യമൊന്നുമില്ല എന്നാണ് അനസ് മൗലവി പറഞ്ഞു പോകുന്നത്. അതൊന്നും പ്രശ്നമല്ല, കാരണം ഉസ്മാന്റെ കാലത്ത് നല്ല അതിന്റെ മുമ്പേ ഇത് തുടങ്ങിയിട്ടുണ്ട് എന്നാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായി. നബി വഫാത്തായപ്പോൾ തന്നെ ഒരു സംഘം ആളുകൾ വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ സക്കാത്ത് കൊടുക്കൂല. പറഞ്ഞതാരാ? മുസ്ലിങ്ങൾ. ഞങ്ങൾ സക്കാത്ത് കൊടുക്കൂല. കാര്യം ഖുർആൻ പറഞ്ഞത് സക്കാത്ത് കൊടുക്കാൻ, അത് വാങ്ങാൻ അർഹതപ്പെട്ടത് റസൂലുള്ളാഹിയാണ്, മുഹമ്മദ് നബിയാണ്. ആ മുഹമ്മദ് നബി വഫാത്തായി, അതുകൊണ്ട് ഇനി ഞങ്ങൾ സക്കാത്ത് കൊടുക്കില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു യുദ്ധം പ്രഖ്യാപിച്ചു അവരോട്, പോരാട്ടം നടത്തിയവരോട്. ആ സന്ദർഭത്തിൽ പില്ലാളി വീരനായ ഉമറിന് ഒരു സംശയം. എന്ത്? ഇതിപ്പോ പറഞ്ഞ സംഭവം എന്താണെന്ന് വെച്ചാൽ, മുഹമ്മദ് നബിയുടെ മരണത്തോടുകൂടി മുഹമ്മദിനെ ഭയപ്പെട്ട് കീഴ്പ്പെട്ടും മുഹമ്മദിന്റെ യുദ്ധസംഘത്തിൽ പോയാൽ കിട്ടുന്ന പ്രതിഫലം ആഗ്രഹിച്ചും അല്ലെങ്കിൽ അല്പ കിട്ടുന്ന സമ്പത്ത് കൊതിച്ചും മുഹമ്മദിന് ചുറ്റും കൂടിയിരുന്ന സംഘാംഗങ്ങളിൽ കുറെ പേര് മുഹമ്മദ് മരിച്ചപ്പോൾ ഒരു സന്നാഹമായിട്ടും ഒരു സങ്കേതമായിട്ടും കണ്ടിരുന്നുള്ളൂ. ആരെക്കുറിച്ചാണ് പറയുന്നത്? സഹാബിമാരെ കുറിച്ച്. അള്ളാഹുവിന്റെ വഹയ്യ് നേരിട്ട് വന്ന് പ്രവാചകൻ ഓതിക്കൊടുക്കുമ്പം അത് കേട്ടിരുന്ന മുഹമ്മദിന്റെ പിന്നിൽ അണിനിരന്ന് നിസ്കരിച്ചിരുന്ന ആളെ കുറിച്ചിട്ടാണ് ഈ പറയുന്നത്, ആളുകളെ കുറിച്ച്. അതിലൊരു സംഘം ആളുകൾ മുഹമ്മദിന്റെ മരണത്തോടുകൂടി മുഹമ്മദിന്റെ മതത്തെ ഉപേക്ഷിച്ചു, മുഹമ്മദിന്റെ നിയമങ്ങളിൽ പലതും തള്ളിക്കളഞ്ഞു, അവർക്ക് സ്വീകാര്യമായതും അല്ലാത്തതും എന്ന രീതിയിൽ അവരനുഭവിച്ചിരുന്ന അല്ലെങ്കിൽ അവർക്കുണ്ടായിരുന്ന നിയമങ്ങളിൽ അവർ മാറ്റം വരുത്തി. കുറെ പേര് പ്രവാചകനില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് വിചാരിച്ച കുറെ പേര് മറ്റു ചില പ്രവാചകന്മാരിലേക്ക്, അന്ന് എമ്പാടും പ്രവാചകന്മാരുള്ള കാലമാണ്, മറ്റു ചില പ്രവാചകന്മാരിലേക്ക് ഓടിപ്പോയി. അതിലൊരു പ്രവാചകൻ അബൂബക്കറിന് വലിയ വെല്ലുവിളിയാകും എന്ന് തോന്നിയപ്പോൾ, കാരണം കുറച്ചുകൂടി സർഗാത്മകമായ ഒരു പ്രവാചകത്വം ഒരാൾ പ്രകടിപ്പിക്കുകയും ധാരാളം സമ്പത്തും സൗകര്യങ്ങളും ഉള്ള ഒരു പ്രവാചകൻ അപ്പുറത്തുണ്ടാവുകയും ചെയ്തപ്പോൾ ആ പ്രവാചകൻ കള്ളപ്രവാചകനാണെന്നും ആ പ്രവാചകനെ കൊലപ്പെടുത്തുക എന്നത് അബൂബക്കറിന്റെ ഖിലാഫത്തിലെ ഒന്നാമത്തെ ബാധ്യതയായി മാറുകയും ചെയ്തു. എന്ന് പറഞ്ഞാൽ മുഹമ്മദിന്റെ മരണാനന്തരം ഖലീഫ ഏറ്റെടുത്ത ആദ്യ ചുമതലകളിൽ ഒന്ന് മുർത്തദ്ദുകളെ കൂട്ടക്കൊല ചെയ്യുക എന്നതായിരുന്നു. മുർത്തദ്ദുകളോട് യുദ്ധം പ്രഖ്യാപിക്കുക. റിദ്ദ വാർ എന്ന പേരിൽ ആ യുദ്ധം പ്രസിദ്ധമാണ്. അപ്പൊ മുഹമ്മദിന്റെ കാലത്തെ ഫിത്തന ഉണ്ടായി, അബൂബക്കറിന്റെ കാലത്തും ഫിത്തനയുണ്ടായി. ശ്രദ്ധിച്ച് കേൾക്കണേ, ഏത് കാലത്തൊക്കെ ഫിത്തന ഉണ്ടായിന്ന്. ഇനി മുസ്ലിങ്ങളായ ആളുകളോട് തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു യുദ്ധം പ്രഖ്യാപിച്ചപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിന് പോലും അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് അങ്ങനെ ഒരു യുദ്ധപ്രഖ്യാപനം ഉണ്ടായപ്പോൾ മദീനത്തെ പള്ളിയിൽ നിന്ന് ഉമർ റളിയല്ലാഹു അൻഹു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ അദ്ദേഹത്തോട് എഴുന്നേറ്റുകൊണ്ട് ചോദിച്ചത്, മുസ്ലിങ്ങളായ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നവരോട് നിങ്ങൾ യുദ്ധം ചെയ്യുകയോ? അങ്ങനെ പാടില്ലല്ലോ. നബി അത് പാടില്ലെന്ന് പറഞ്ഞതല്ലേ? അതെ. അപ്പൊ ഉമറിന്, അബൂബക്കർ യുദ്ധപ്രഖ്യാപനം നടത്തുമ്പോൾ ഉമറിന് സഹിച്ചില്ല. മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളോട്, ഷഹാദത്ത് ചൊല്ലിയ ആളുകളോട് യുദ്ധക്കളത്തിൽ പോലും ഒരാൾ ഷഹാദത്ത് കലിമ ചൊല്ലിയിട്ട് ആ ചൊല്ലിയ ഷഹാദത്ത് കലിമയുടെ പുറകെ അയാളെ കൊലപ്പെടുത്തിയപ്പോൾ മുഹമ്മദ് വന്ന് താക്കീത് ചെയ്തതാണ്. അദ്ദേഹം മുസ്ലിമായിട്ടും നിങ്ങൾ അയാളെ കൊന്നു കളഞ്ഞോ? അപ്പം ഈ കൊലപ്പെടുത്തിയ ആൾ പറഞ്ഞു അത് രക്ഷപ്പെടാൻ വേണ്ടി ഷഹാദത്ത് കലിമ ചൊല്ലിയതാണ് എന്ന്. അങ്ങനെയാണെങ്കിലും അത് കൊല്ലാൻ പാടില്ലായിരുന്നു എന്നും അദ്ദേഹത്തിന് ഉള്ളറിയാൻ നിങ്ങൾക്ക് കഴിവുണ്ടോ എന്നും ചോദിച്ച് ഈ കൊലപ്പെടുത്തിയതിനെ ശകാരിച്ചു യുദ്ധക്കളത്തിൽ മുഹമ്മദ് നബി. ആ മുഹമ്മദ് നബിയുടെ അനുചരനായിട്ട് ആദ്യം ഖലീഫയായിട്ട് വന്ന അബൂബക്കർ സിദ്ദീഖ് മുസ്ലിങ്ങളിൽ ഒരു വിഭാഗത്തോട് യുദ്ധപ്രഖ്യാപനം നടത്തുമ്പോൾ, അതും ഖുർആൻ വചനം ഉന്നയിച്ച് അവരൊരു കാര്യത്തിൽ അവരുടെ നിലപാട് പറഞ്ഞപ്പം അതിനെതിരെ ഖലീഫ യുദ്ധം പ്രഖ്യാപിക്കുമ്പോൾ ഉമറിന് ആശങ്ക, അല്ല ഷഹാദത്ത് കലിമ ചൊല്ലിയിട്ട് പിന്നെ യുദ്ധം ചെയ്യാൻ പാടുണ്ടോ? മുഹമ്മദ് നബി പഠിപ്പിച്ചതും ഉമർ പഠിച്ചതും ഇസ്ലാമിൽ എഴുതി വെച്ചിട്ടുള്ളതും അവർ കയ്യോടെ കീഴടങ്ങി കപ്പം കൊടുക്കുന്നത് വരെയോ കീഴ്പ്പെട്ട് ഇസ്ലാം ആകുന്നത് വരെയോ മാത്രമേ യുദ്ധം ചെയ്യാൻ പാടുള്ളൂ എന്നാണ്, അല്ലെ? ഷഹാദത്ത് കലിമ ചൊല്ലുന്നത് വരെ മാത്രമേ യുദ്ധം പാടുള്ളൂ എന്നല്ലേ നിയമം എന്ന് അബൂബക്കറിനോട് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന നിയമം എങ്ങനെയാണ് ഇസ്ലാം വാളുകൊണ്ട് പ്രചരിപ്പിച്ചത് എന്നതിന്റെ ചിത്രം കൃത്യമായിട്ട് വളരെ ലളിതമായിട്ട് അവിടെ അനസ് മൗലവി വരച്ചു വെക്കാണ്. യുദ്ധം എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കുന്നത് വരല്ലേ ഉള്ളൂ. ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ചവരോട് പിന്നെ യുദ്ധം നടത്താൻ പറ്റോ എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പോലും സംശയം ഉന്നയിച്ചു. മനസ്സിലായോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ചാൽ അത് വരെയല്ലേ യുദ്ധമുള്ളൂ, അങ്ങനെ പ്രഖ്യാപിച്ചവരോട് പിന്നെ യുദ്ധം ചെയ്യാൻ പറ്റൂ എന്ന് അബൂബക്കറിനോട് ഉമർ ചോദിച്ചു. അപ്പോ അബൂബക്കർ പറഞ്ഞു, അബൂബക്കറെ നിങ്ങൾ ജാഹിലിയത്തിലൊക്കെ വലിയ ധീരനായിരുന്നല്ലോ, ഇപ്പൊ നിങ്ങളെ ധൈര്യം ചോർന്നു പോയോ എന്ന് ചോദിച്ചു എന്നാണ് കഥ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇത് വിഷയം വേറെയാണ്. നിങ്ങൾ ജാഹിലിയത്തിൽ ധീരനായിരുന്നല്ലോ, ഇപ്പോൾ താങ്കൾക്ക് എന്ത് സംഭവിച്ചു എന്നാണ് ചോദിച്ചത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എന്നിട്ട് ഇല്ലാ ബിഹഖ്ഖിഹി എന്ന് പറയുന്ന ഹക്ക് എന്താണെന്ന് വിശദീകരിച്ചു കൊടുത്തു. ഞാൻ ആ ഭാഗത്തേക്ക് കയറല്ല. ആ കാലഘട്ടത്തിലും പ്രശ്നമുണ്ടായി, പക്ഷെ അതിനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ധൈര്യമായി നേരിട്ടു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തും പ്രശ്നങ്ങളുണ്ടായി, വിഭാഗീയതകൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു, പക്ഷെ അതിനെ നേരിട്ടു അവരെല്ലാവരും. ആ കാലഘട്ടത്തിലൊക്കെ വിഭാഗീയത ഉണ്ട്, പക്ഷേ ഈ വിഭാഗീയത ആളുകൾ പ്രവർത്തിച്ചു പോരുന്നു, പക്ഷെ അതിന് പ്രതിരോധങ്ങൾ ഉണ്ടായി കൃത്യമായി. അപ്പൊ പിന്നെ മുഹമ്മദ് നബി എന്തുണ്ടാക്കി എന്നാണ് നിങ്ങൾ പറയുന്നത്? സമാധാനം ഉണ്ടാക്കിയെന്നോ? ആർക്ക് സമാധാനം ഉണ്ടാക്കിയെന്ന്? എത്ര കാലം നീണ്ടു നിൽക്കുന്ന ലോകാവസാനം വരെയുള്ള മനുഷ്യർക്ക് വെളിച്ചം ഉണ്ടാക്കി എന്നാ പറയുന്നത്. എന്നിട്ട് ഈ പന്തം കത്തിക്കാൻ വേണ്ടി പന്തം പിടിച്ചു കൊടുത്ത ആളുകൾ ഈ പന്തം ഉപയോഗിച്ച് പരസ്പരം
കുത്തിവീഴ്ത്തുന്ന, യുദ്ധം ചെയ്യുന്ന, കൊലവിളി നടത്തുന്ന ചിത്രം പുറത്തു വരിക. ചോദ്യകർത്താവ് എന്ത് ചെയ്യണം എന്നറിയാതെ അനസ് മൗലവിയെ നോക്കി നിൽക്കുക. ഇതന്നെയല്ലേ അനസ് മൗലവി ചോദ്യകർത്താവ് ചോദിക്കുന്നത്? ഇസ്ലാം അവകാശപ്പെടുന്നത് പോലത്തെ ഒരു സമാധാനവും ഒരു ശാന്തിയും അതാണ് മുഹമ്മദ് നബി സ്ഥാപിച്ചതെങ്കിൽ മുഹമ്മദ് നബിയുടെ അനുചരന്മാർ തന്നെ ഈ തരത്തിൽ പ്രശ്നത്തിലകപ്പെട്ടു പോകുന്നതും പ്രശ്നത്തിന്റെ വക്താക്കളാവുന്നതിനും എന്ത് യുക്തിയാണുള്ളത്? ഇതാണ് ചോദ്യം. എന്തായാലും അടുത്ത ചില ഭാഗങ്ങൾ കൂടി കുറച്ചുകൂടി ശ്രദ്ധേയമാണ്. ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലഘട്ടമായി കഴിഞ്ഞപ്പോ യഥാർത്ഥത്തിൽ അത് പൊട്ടി എന്ന് പറഞ്ഞാൽ ഫിത്നയുടെ ഒരു വാതിലുണ്ട്. മഹാനായ ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ റളിയല്ലാഹു അൻഹു ജീവിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, ഹുദൈഫ, താങ്കൾ റസൂലുള്ളാഹിന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനാണല്ലോ, അതുകൊണ്ട് ഫിത്നയെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തറിയാം, ഒന്ന് പറയാമോ? ആ സന്ദർഭത്തിൽ ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഒരു മനുഷ്യന്റെ സമ്പത്തിലും കുടുംബത്തിലും മക്കളിലും ഒക്കെ ഉണ്ടാകുന്ന ഫിത്ന അത് സ്വാഭാവികമായിട്ടുള്ളതാണല്ലോ. ആ സന്ദർഭത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതല്ല ഫിത്ന, ഞാൻ ഉദ്ദേശിച്ച ഫിത്ന തിരമാലകൾ ആഞ്ഞടിക്കുന്നത് പോലെ മുസ്ലിം ഉമ്മത്തിനെ ബാധിക്കാൻ പോകുന്ന ആ ഫിത്നയെ കുറിച്ച് നബി എന്താണ് നിങ്ങളോട് പറഞ്ഞത് എന്നതിനെ സംബന്ധിച്ചാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ ഹുദൈഫ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹു തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്താ ചോദ്യം? ആ ചോദ്യവും അതിന്റെ ഉത്തരവും ശ്രദ്ധിക്കണം. അതിന് മുമ്പ് നിങ്ങൾ ഇത്ര നേരം പറഞ്ഞ കാര്യം ഒന്ന് നമ്പർ ഇട്ട് ഓർത്തെടുക്കണം. കാരണം ഫിത്നയെ കുറിച്ചാണ് ചോദ്യം. മുഹമ്മദ് നബിയുടെ കാലശേഷം മുഹമ്മദിന്റെ ഉമ്മത്തിനെ ബാധിക്കാൻ പോകുന്ന, തിരമാല കണക്കെ ആഞ്ഞടിക്കാൻ പോകുന്ന ഫിത്നയെ കുറിച്ചാണ് ചോദ്യം. ഇത്ര നേരം നമ്മൾ സംസാരിച്ചത് മുഹമ്മദിന്റെ കാലത്തെ ആ ഫിത്നയുടെ നാമ്പുണ്ടായിരുന്നു, അബൂബക്കറിന്റെ കാലത്തെ ഫിത്ന പുറത്തു വന്നിരുന്നു, ഫിത്ന വലിയ രീതിയിലുള്ള ഫിത്ന നടന്നു, യുദ്ധം നടന്നു, നൂറുകണക്കിന് ആളുകൾ അബൂബക്കർ കൊലപ്പെടുത്തണം എന്ന് ഉദ്ദേശിച്ചവർ മാത്രമല്ല കൊല ചെയ്യപ്പെട്ടത്, നൂറുകണക്കിന് ഹാഫിളുകൾ കൊല ചെയ്യപ്പെട്ടു, കാരിയമാർ കൊല ചെയ്യപ്പെട്ടു. ഖുർആൻ അന്ന് വരെ ലിഖിത രൂപത്തിൽ ഉണ്ടായിരുന്നില്ലാത്തത് കൊണ്ട്, പലയിടത്ത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെതറിക്കിടക്കായിരുന്നത് കൊണ്ട് ഖുർആൻ മനഃപ്പാടമാക്കിയ പലരും ഈ അബൂബക്കർ നയിച്ച ഈ യുദ്ധത്തിൽ കൊല ചെയ്യപ്പെട്ടപ്പോ ഖുർആൻ അറിയാവുന്നവരൊക്കെ ഇങ്ങനെ നിരന്തര യുദ്ധം ഉണ്ടായാൽ, മരിച്ചു തീർന്നാൽ ഖുർആൻ സംരക്ഷിക്കപ്പെടാതെ പോകുമല്ലോ എന്ന ഭയം കൊണ്ട് ഉമറിന്റെ നിർദ്ദേശപ്രകാരം അബൂബക്കർ ഖുർആൻ ക്രോഡീകരണത്തിന് തുടക്കം കുറിക്കുന്നു. അപ്പോൾ അബൂബക്കറിന്റെ കാലത്ത് ഫിത്നയുടെ വാതിലൊക്കെ പൊട്ടിപ്പൊളിഞ്ഞു പോയിട്ടുണ്ട്, ഫിത്ന പുറത്തു വന്നിട്ടുണ്ട്. അബൂബക്കറിന്റെ മരണം കഴിഞ്ഞു, ഉമറിന്റെ കാലഘട്ടത്തിൽ ആണ് ഈ ചോദ്യം ചോദിക്കുന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞ മറുപടി, ആ ഫിത്നയെ കുറിച്ച് നിങ്ങൾ എന്തിനാണ് ആലോചിക്കണം ഉമറെ, നിങ്ങളെ ജീവിതകാലത്ത് ആ ഫിത്ന ഉണ്ടാവില്ലാന്ന്. ഏത്? അബൂബക്കറിന്റെ കാലത്ത് യമണ്ടൻ ഫിത്ന ഉണ്ടായി, ആ ഫിത്നയുടെ വാതിലൊക്കെ പൊളിഞ്ഞു വന്ന്, ഈ പറഞ്ഞ മറയൊക്കെ പൊളിഞ്ഞു വന്ന് ഭീകരമായ സംഘട്ടനമുണ്ടായി, നൂറുകണക്കിന് ആളുകൾ കൊല ചെയ്യപ്പെട്ടു. ആ ഉമറിനോടാണ് ഹുദൈഫ പറയുന്നത്, എന്ത്? ആ ഫിത്നയെ കുറിച്ച് നിങ്ങൾ എന്തിനാ ബേജാറാണ്? നിങ്ങളും ആ ഫിത്നയും തമ്മിൽ അദൃശ്യമായ ഒരു മറയുണ്ട്. അതിന് നിങ്ങൾ എന്തിനാണ് അതിനെക്കുറിച്ച് ചോദിക്കുന്നത്? ഉമറെ, നിങ്ങൾ എന്തിനാണ് ആ ഫിത്നയെ സംബന്ധിച്ച്, അഥവാ അലമാലകൾ പോലെ ആർത്തിരമ്പി വരുന്ന ആ ഒരു ഫിത്നയെ സംബന്ധിച്ച് എന്തിനാ നിങ്ങൾ എന്നോട് ചോദിക്കുന്നത്? കാരണം നിങ്ങൾക്കും ആ ഫിത്നക്കും ഇടയിൽ ഒരു മറയുണ്ട്, ഒരു വാതിലുണ്ട്, മുഗലക്കായ ഒരു ബാബുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങളുടെ കാലത്ത് ആ ഫിത്ന തുറക്കൂല, അത് റസൂൽ പറഞ്ഞതാണ്. അപ്പൊ നിങ്ങളും ആ ഫിത്ന അന്വേഷിച്ച് ബേജാറാകണ്ട. കാരണം നിങ്ങൾക്കും ആ ഫിത്നക്കും ഇടയിൽ മുഗലക്കായ ബാബുണ്ട്, അടക്കപ്പെട്ട ബാബുണ്ട്. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, ആ വാതിൽ തുറക്കുകയാണോ ചെയ്യുന്നത്, തകർക്കുകയാണോ ചെയ്യുന്നത്? ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആ വാതിൽ തകർക്കുകയാണ് ചെയ്യുക. യുക്സർ, അത് പൊളിക്കപ്പെടും, തകർക്കപ്പെടും എന്നാ പറഞ്ഞു. അല്ലാതെ പോയിട്ട് ചാവിയിട്ട് തുറക്കല്ല, ആ വാതിൽ തകർക്കപ്പെടും. ഏത് വാതില്? മുഹമ്മദ് നബി മരിച്ചു എന്ന് ഉറപ്പുവരുത്തിയ ആ നിമിഷം ഉമർ പോയി തുറന്നു വെച്ച ഫിത്നയുടെ വാതിലാണ്. ഇനി തുറക്കുകയാണോ തകർക്കുകയാണോ എന്ന് ഉമർ ചോദിക്കുന്നത്. അപ്പൊ ആള് പറഞ്ഞു തകർക്കപ്പെടും. അപ്പൊ ഉമറിന് സമാധാനമായി, ഞാൻ ഫിത്നന്റെ വാതിൽ തുറന്നത് ഈ ചങ്ങായിമാർക്ക് മനസ്സിലായിട്ടില്ല. ഇസ്ലാമിക ലോകത്ത് ഇന്ന് കാണുന്ന സകല പ്രശ്നങ്ങളുടെയും ഫിത്നകളുടെയും വാതിൽ തുറന്നു കൊടുത്ത ആൾ ഉമറാണ്. ആ ഉമറിന് സമാധാനമായി. കാരണം എന്താ? ഹുദൈഫ പറഞ്ഞല്ലോ, അത് നിങ്ങൾ അതിനെ കുറിച്ച് ആലോചിക്കേണ്ട, നിങ്ങളുടെയും ആ ഫിത്നന്റെ അടിയിൽ മുഗലക്കായ ഒരു ബാബുണ്ട്, അത് നിങ്ങളെ ബാധിക്കൂല. അപ്പൊ ഇപ്പൊ കൊടുത്തത് വാങ്കല്ല എന്നാണ്, ഇതുവരെ നടന്നതൊന്നും ഫിത്നയല്ല എന്നാണ്. പള്ളി പൊളിക്കാൻ പറഞ്ഞത്, പള്ളി കെട്ടിയുണ്ടാക്കിയത്, ഇതൊന്നും ഫിത്നയല്ല. റിദ്ദത്ത് വാർ നടക്കേണ്ടി വന്നത്, സക്കാത്ത് നിഷേധം പ്രഖ്യാപിച്ചത്, ആളുകൾ തമ്മിൽ സംഘട്ടനം നടന്നത്, നൂറുകണക്കിന് മുസ്ലിങ്ങൾ, ഇവരുടെ വാദപ്രകാരമുള്ള മുസ്ലിങ്ങൾ, യഥാർത്ഥ മുസ്ലിങ്ങൾ, മുർത്തദുകൾ വേറെ, ഇവരൊക്കെ കൊല ചെയ്യപ്പെട്ടത്, ഇതൊന്നും ഇപ്പൊ തൽക്കാലം അനസ് മൗലവി ഫിത്നയായിട്ട് കൂട്ടിയിട്ടില്ല. ഉമറും കൊല ചെയ്യപ്പെടുന്നു, അതും ഫിത്നയല്ലേ? അതോ ഉമർ കൊല ചെയ്യപ്പെടുമ്പോൾ പിന്നീട് ഉണ്ടാവുന്ന മുസ്ലിങ്ങളാൽ കൊല ചെയ്യപ്പെടുന്ന ഖലീഫമാരുടെ അവിടെ നിന്ന് ഇങ്ങോട്ടാണോ ഫിത്നയായിട്ട് പരിഗണിക്കുന്നത്? എനിക്ക് അനസ് മൗലവിയുടെ മറുപടി കേട്ടപ്പോൾ അങ്ങനെയാണ് തോന്നിയത്. ഇതുവരെ കൊടുത്തൊന്നും അല്ലെങ്കിൽ ഇതുവരെ ഉണ്ടായതൊന്നും ഫിത്നയല്ല. ഉമർ കൊല ചെയ്യപ്പെടുന്നതും ഫിത്നയല്ല. ഫിത്ന എന്ന് പറയുന്നത് ഉസ്മാൻ കൊല ചെയ്യപ്പെടുന്ന അവിടെ മുതലാണ് തുടങ്ങുന്നതെന്നാണ്. അപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഈ ഫിത്നകൾ നിങ്ങൾ പറഞ്ഞ ഉസ്മാൻ റളിയല്ലാഹു അൻഹു കാലഘട്ടത്തിൽ ഉണ്ടാകാൻ പോകുന്ന, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഉണ്ടാകാൻ പോകുന്ന ഈ പ്രശ്നങ്ങളെ സംബന്ധിച്ച് സ്വഹാബികൾ ബോധവാന്മാരായിരുന്നു. അതാ ഹുദൈഫ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നത്, നിങ്ങളും ആ ഫിത്നയും തമ്മിൽ പ്രശ്നമില്ല, നിങ്ങൾക്കും ആ ഫിത്നക്കും ഇടയിൽ മുഗലക്കായ ബാബുണ്ട്. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നത്, അത് തകർക്കപ്പെടുമോ അതല്ല തുറക്കപ്പെടുമോ? അത് തകർക്കപ്പെടും എന്ന് ഉമർ റളിയല്ലാഹു അൻഹു മറുപടി പറയും.
പിന്നീട് കണ്ടത് തകർക്കലാ പിന്നെ കണ്ടത്. ഉമർ റളിയല്ലാഹു അൻഹു വഫാത്തായതിനു ശേഷം പിന്നെ കണ്ട തകർക്കലുകളാ പിന്നെ കണ്ടത്. ഏത്? ഉസ്മാൻ റളിയല്ലാഹു അൻഹു തകർത്തത്. അത് തകർക്കപ്പെടാണ്. വരുന്ന മൗജുകൾ പോലെ വരുന്ന ഫിത്നകളാണ്, തകർക്കലാണ്. അലി ഇബ്നു അബി ത്വാലിബിനെ തകർത്തത്, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ തകർത്തത്, ഹസൻ റളിയല്ലാഹു അൻഹുവിനെ തകർത്തത്. അപ്പൊ ഇതൊന്നും ഇസ്ലാമിക ലോകത്തിന് മറുപടി ഇല്ലാത്ത വിഷയമല്ല. എന്താ മറുപടി? ഇതെന്തുകൊണ്ട് സംഭവിച്ചു? എന്തിനു വേണ്ടി സംഭവിച്ചു? എങ്ങനെ സംഭവിച്ചു? ഇതാണ് ചോദ്യം. മുസ്ലിങ്ങൾ പരസ്പരം സമാധാനത്തിന്റെ പ്രവാചകന്റെ അനുചരന്മാർ, മുഹമ്മദിന്റെ കൂടെ നിന്ന് നിസ്കരിച്ചവർ, വഹിയിറങ്ങുന്നത് നേർക്കുനേർ കണ്ടു നിന്നവർ, കിതാബ് രേഖപ്പെടുത്തിയവർ, ഖുർആൻ അനുസരിച്ച് മുഹമ്മദ് വിശദീകരിച്ചു കൊടുത്തവർ, മുഹമ്മദിന്റെ ആദ്യ അനുചരൻ സംഘം, അവർ പരസ്പരം കൊന്നു തള്ളുന്നതിനെ കുറിച്ചും യുദ്ധം വെട്ടുന്നതിനെ കുറിച്ചും പകവെക്കുന്നതിനെ കുറിച്ചും ആക്രമിക്കുന്നതിനെ കുറിച്ചും ചോദിക്കുമ്പോൾ ഇതിനൊക്കെ ഉത്തരമുണ്ട്. ഇതൊക്കെ പണ്ട് മുതലേ ഉണ്ട്. മുഹമ്മദ് നബിന്റെ കാലത്ത് തന്നെ ഉണ്ട്. അബൂബക്കറിന്റെ കാലത്തുണ്ടായി. ഉമർ കൊല ചെയ്യപ്പെട്ടില്ലേ? ഉസ്മാന്റെ ശേഷം ഉണ്ടാവുന്ന സംഭവങ്ങൾ അതൊരു ഫിത്നയായിട്ട് വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നു. ചോദ്യകർത്താവിന്റെ ചോദ്യത്തിന് ഉത്തരം കിട്ടിയോ? എനിക്ക് മനസ്സിലായില്ല. നിങ്ങൾക്ക് മനസ്സിലായോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ ദീൻ പൂർത്തിയാക്കി. ആ ദീൻ ലോകാവസാനം വരെയുള്ള സമൂഹത്തിന് പ്രകാശമാണ്, വെളിച്ചമാണ്. ആ വെളിച്ചത്തിന്റെ കഥയാണ് ഇതുവരെ കണ്ടത്. ഏതുവരെ കണ്ടത്? ഉസ്മാൻ വരെയുള്ള വെളിച്ചം. അതുവരെങ്കിലും ഒരു മിന്നാമിനുങ്ങിന്റെ നുറുങ്ങുവട്ടമെങ്കിലും അവിടെ കണ്ടിരുന്നു എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. മുഹമ്മദിന്റെ കാലത്ത് തന്നെ ഫിത്ന തുടങ്ങി. ഫിത്നക്കാർ പള്ളി ഉണ്ടാക്കി. മുഹമ്മദ് നബി ആദ്യം മനസ്സിലായില്ല, ആ ഫിത്നയിൽ പെട്ടുപോയി. പിന്നീട് തിരിച്ചു വന്നു, ബോധം വന്നു, പള്ളി വിളിക്കാൻ പറഞ്ഞു. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞു. മുഹമ്മദ് നബിയുടെ മരണം, അതൊരു ഫിത്ന ഉണ്ടായിരുന്നു അതിനകത്ത്. മുഹമ്മദ് നബിയുടെ മരണാനന്തരം മുഹമ്മദിന്റെ കുടുംബം, മകൾ, ഫിത്ന നടന്നിട്ടില്ലേ? അത് കഴിഞ്ഞിട്ട് അബൂബക്കറിന്റെ മരണം കഴിഞ്ഞ് ഉമറിന്റെ കൊലപാതകം ഫിത്നയല്ലേ? ഉസ്മാന്റെ അവിടെ എത്തിയപ്പോഴാണ് അത്രേ ഫിത്നയുടെ അടക്കപ്പെട്ട ബാബ് തകർക്കപ്പെട്ടത്. ആ ചോദ്യകർത്താവിന്റെ ചോദ്യം നമുക്ക് ഒന്നുകൂടി കേൾക്കാം. ഇസ്ലാം എന്താണെന്നാണ് നേരത്തെ പറഞ്ഞത്? ഇസ്ലാം ലോകാവസാനം വരെയുള്ള മനുഷ്യർക്ക് ഒരു പ്രകാശമാണ്, വെളിച്ചമാണ്, ദിശാബോധം നൽകുന്ന ഒരു ജീവിത പദ്ധതിയാണ്. ഏറ്റവും മികച്ചതാണ്. ഇതിന് പകരം മറ്റൊന്നില്ല, ഇതിന് സമമായി മറ്റൊന്നില്ല. ഈ പ്രവാചകനെ ലോകത്തിന് അനുഗ്രഹമായി കൊണ്ടല്ലാതെ പറഞ്ഞയച്ചിട്ടില്ല എന്ന് അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ വെച്ചിട്ട് വേണം ബാക്കി ചോദ്യകർത്താവിന്റെ ചോദ്യം ഒരിക്കൽ കൂടി കേൾക്കാൻ. ഉസ്മാൻ ബിൻ അഫ്ഫാൻ ആരാൽ കൊല ചെയ്യപ്പെട്ടു? എന്തിന് കൊല ചെയ്യപ്പെട്ടു? എൻ്റെ അറിവ് ശരിയാണെന്നുണ്ടെങ്കിൽ അള്ളാഹു അക്ബർ എന്ന് പറയുന്നവരാണ് അവിടെ ഉസ്മാൻ ബിൻ അഫ്ഫാനെ കൊന്നത്. അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു സുബഹി നമസ്കാര സമയത്ത് സുബഹി നമസ്കരിക്കാനായിട്ട് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ കഴുത്തറത്താണ് കൊന്നത്. അള്ളാഹു അക്ബർ എന്ന് പറയുന്നവരാണ് കൊന്നത്. അതിന് എന്തിനു വേണ്ടി കൊന്നു? ആര് കൊന്നു? ഒരു മറുപടി ഞാൻ പ്രതീക്ഷിക്കുക. ഈ രണ്ട് ചോദ്യത്തിന് എനിക്ക് മറുപടി ഇതിന് മുമ്പേ കിട്ടിയിട്ടില്ല, പലരോടും ചോദിച്ചിട്ട്. കർബല യുദ്ധം എന്തിനു വേണ്ടിയായിരുന്നു? അതിനും എനിക്കൊരു ആൻസർ കിട്ടിയാൽ തരക്കേടില്ല. ഇതിനു മുമ്പേ കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹം വിചാരിച്ചത് ഇവിടെയെങ്കിലും കിട്ടും എന്നാണ്. അനസ് മൗലവി പറഞ്ഞത് ഇതിനൊന്നും പ്രത്യേകിച്ച് മറുപടി പറയേണ്ടതില്ല, കാരണം ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നിട്ട് അനസ് അതിന് മറുപടി പറയും എന്ന് വിചാരിച്ചു. അനസ് പറഞ്ഞത് ഇതൊക്കെ പണ്ടേ എങ്ങനെയാണ്, മുഹമ്മദ് നബിയുടെ കാലം മുതലേ എങ്ങനെയാണ്. ഇതല്ലാതെ ഈ ചോദ്യത്തിന് ഉത്തരം എന്ന രീതിയിൽ അനസ് ഒന്നും പറഞ്ഞിട്ടില്ല. എന്ന് മാത്രവുമല്ല, അനസ് ഇവിടുന്ന് അങ്ങോട്ട് പറയാൻ പോകുന്നത് ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടാകും എന്ന് മുഹമ്മദ് നബി പണ്ടേ പ്രവചിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് പ്രത്യേകത എന്നാലോചിക്കണം. ഒന്ന്, ഉമറിനോട് ഈ ഫിത്നയുടെയും ഉമറിന്റെയും ഇടയിൽ ബാബുണ്ട് എന്ന് പറഞ്ഞ സഹാബിൻ്റെത് ഹദീസ് എന്നാണിട്ടുള്ളത്. അപ്പൊ ഇനി ഹദീസിന്റെ കാര്യത്തിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഇനി മുഹമ്മദിന്റെ ഒരു പ്രവചനം ഹദീസിൽ നിന്ന് പുറത്തെടുക്കാൻ പോവാണ്. അപ്പൊ ചോദ്യകർത്താവിനോട് പറയുന്നത് ഇതിനൊക്കെ പണ്ടേ ഉത്തരമുണ്ട്, മുഹമ്മദ് നബിന്റെ കാലത്തെ ഉണ്ട്, ഇനി ഇങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് മുഹമ്മദ് നബി പ്രവചിച്ചിട്ടുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തുകൊണ്ട് സംഭവിക്കുന്ന ചോദ്യ പ്രസക്തിയില്ല. കാരണം എന്താ? മുഹമ്മദ് നബിന്റെ പ്രവചനം ഉണ്ട്. ഇപ്പൊ ഞാൻ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി. ഞാൻ ഇന്ന് ഫേസ്ബുക്കിൽ രാവിലെ വായിച്ചൊരു കമന്റാണ്, നിന്നെ പോലെയുള്ള ആളുകൾ ഇസ്ലാമിൽ ഉണ്ടാകും എന്ന് പണ്ടേ മുഹമ്മദ് നബി പ്രവചിച്ചിട്ടുണ്ട്. അപ്പൊ പിന്നെ കുഴപ്പമില്ല, ഞാൻ പറയുന്നതിന് മറുപടി പറയണ്ട. ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു, എന്തുകൊണ്ട് വിശ്വാസം വിട്ട ആളുകൾ പുറത്തു പോകുന്നു, ചർച്ച ചെയ്യണ്ട. കാരണം എന്താ? മുഹമ്മദ് നബി പറഞ്ഞിട്ടുണ്ട്. എല്ലാ വിഷയത്തിലും മുഹമ്മദ് നബി പ്രവചിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അത് എന്തുകൊണ്ട് എന്നുള്ളതിന്റെ ചോദ്യം ചോദിക്കേണ്ട. പ്രവചിച്ചത് കൊണ്ട്, പിന്നെ അത് സംഭവിച്ചില്ലെങ്കിലല്ലേ പ്രശ്നം. അതുകൊണ്ട് ഈ പ്രശ്നവും ഇങ്ങനെ ഖലീഫമാര്, തൻ്റെ അനുചരന്മാര്, സഹാബികള് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലിച്ചാവും എന്ന് മുഹമ്മദ് നബി പ്രവചിച്ചിട്ടുണ്ട് പോലും. ആ പ്രവചനത്തിന് തെളിവായിട്ട് സഹീഹ് മുസ്ലിമിലും ബുഖാരിയിലും ഒക്കെയുള്ള ഒരാളുടെ കൊലപാതകത്തെക്കുറിച്ച് ഒരു സഹാബിയുണ്ട്. ആ സഹാബിനോട് ഇങ്ങനെ മുഹമ്മദ് കാണുമ്പോൾ പറയും, ഇജിപ്പോഴൊന്നും മരിക്കൂല, അന്നെ കൊല്ലുന്നത് വിശ്വാസികളായിരിക്കും, അന്നെ കൊല്ലുന്നത് മൂത്ത് നടക്കുന്ന ഒരു സംഘമായിരിക്കും, നീ കൊല ചെയ്യപ്പെടും എന്ന് 2-3 തവണ മുഹമ്മദ് വിളിച്ചു പറയുന്ന ഒരു സഹാബിയുണ്ട്. അപ്പൊ അതുകൊണ്ട് ചോദ്യകർത്താവിനോട് പറയാനുള്ളത് ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്ന് നബി പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട് കൊലപ്പെടുത്തി, എന്തുകൊണ്ട് സംഭവിച്ചു എന്നൊക്കെ ചോദ്യത്തിന് എല്ലാത്തിനും കൂടിയുള്ള ഉത്തരം ഇതൊക്കെ മുഹമ്മദ് നബി പ്രവചിച്ചിട്ടുണ്ട്. പ്രവചിച്ചത് നടന്നിട്ടില്ലെങ്കിൽ അത് ശരിയാവില്ല. മുജാഹിദ് ബാലിശ്ശേരിയുടെ ഭാഷയിൽ പറഞ്ഞാൽ, അള്ളാഹുവിന്റെ റസൂൽ 1000 കഴുത്ത് അരിയുന്നുണ്ടെങ്കിൽ ആ അരിയൽ കാരുണ്യമാണ് എന്ന് ചോദ്യകർത്താവ് മനസ്സിലാക്കുക. അപ്പൊ പ്രശ്നം തീരും. അപ്പൊ അവിടെ അരിയലല്ല കാണുക, കാരുണ്യമാണ് കാണുക. അതുപോലെ തന്നെ ഇവിടെ പ്രശ്നം കാണണ്ട, പ്രവചനം കണ്ടാൽ മതി. അപ്പൊ നിങ്ങളെ പ്രശ്നം തീരും.
ഏത് മനസ്സിലായോ? നിങ്ങൾക്ക് മനസ്സിലായവർ മനസ്സിലായി എന്ന് പറയും. എന്ന് പറഞ്ഞാൽ സുഹൃത്ത് അന്വേഷിക്കുന്ന ചോദ്യത്തിന്റെ ഉത്തരം ലോകത്താദ്യമായി പഠിപ്പിച്ചത് ഹബീബുന മുഹമ്മദ് മുസ്തഫ. അതെ. അപ്പൊ ആ സഹാബിനോട് മുഹമ്മദ് നബി ഇങ്ങനെ, ഒരു സഹാബി, ആ സഹാബി മക്കയിൽ വെച്ച് കൊടിയ പീഡനങ്ങൾ അനുഭവിച്ച സുമയ്യ എന്നൊക്കെ പറയുന്ന അവരുടെ ബന്ധുവാണ്, ആ കൂട്ടത്തിലുള്ള ആള്. അപ്പം മക്കയിലായിരിക്കെ ഇദ്ദേഹത്തെ തീയിലിട്ടു, കുറേശികളെ ഉപദ്രവിച്ചു, പൊള്ളലേൽപ്പിച്ചു എന്നൊക്കെയാണ്. അപ്പം അങ്ങനെ തീയിലിട്ട് പൊള്ളിക്കൊണ്ടിരിക്കുന്ന ആളുടെ അടുത്ത് വന്നിട്ട് മുഹമ്മദ് നബി പറഞ്ഞത്, ഈ ഇവിടെ ഒന്നും മരിക്കൂല, ഈ മരിക്കുന്നത് വേറെ, അതിൻ്റെ ഇടയിൽ വേറെ പ്രാർത്ഥനകളൊക്കെ ഉണ്ട്, അതൊക്കെ വിടും. നീ മരിക്കുന്നത് ഒരു സംഘത്താലായിരിക്കും, പകമൂത്ത് നടക്കുന്ന ഒരു സംഘം നിന്നെ കൊല്ലാൻ ആൾ വരും എന്ന് മുഹമ്മദ് അവിടെ അയാളോട് പറഞ്ഞു. അത് കഴിഞ്ഞ് അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് അദ്ദേഹം മുഹമ്മദിന്റെ കൂടെ ഹിജ്റ പോയിട്ട് മുഹമ്മദിന്റെ എല്ലാ യുദ്ധങ്ങളിലും ഏറെക്കുറെ ഇദ്ദേഹം പങ്കെടുത്തു. അങ്ങനെ പങ്കെടുത്തിട്ട് പല യുദ്ധങ്ങളിലും പോയി. മദീനയിൽ ചെന്നിട്ട് ആദ്യമായിട്ട് മദീനത്തെ പള്ളി ഉണ്ടാക്കാൻ വേണ്ടി പലരും, അന്ന് ഇന്നത്തെ പോലത്തെ ബംഗാളികളൊന്നും ഇല്ല എന്നാണ് അനസ് മൗലവി തമാശയിൽ പറഞ്ഞത്. എന്തായാലും മുഹമ്മദും അനുചരന്മാരും എല്ലാവരും കൂടി കല്ലുകളൊക്കെ ഏറ്റിക്കൊണ്ടിരുന്ന സമയത്ത് എല്ലാവരും ഓരോ കല്ല് തോളിക്കൊണ്ടിരുമ്പോൾ ഈ വ്യക്തി 2 കല്ലാണ് ഏറ്റിക്കൊണ്ടിരുന്നത്. അപ്പൊ മുഹമ്മദ് ഇങ്ങനെ നോക്കുമ്പോൾ 2 കല്ല് ഏറ്റിയിട്ട് ഇയാൾ വരുന്നത്. അപ്പൊ ഇദ്ദേഹത്തിന്റെ അടുത്ത് പോയിട്ട് ഷർട്ടിൽ പിന്നെ മീൻസ് വസ്ത്രത്തിൽ ഇങ്ങനെ കല്ലിന്റെ പൊടിയൊക്കെ വീണ് കിടക്കുന്നത് തട്ടിക്കളഞ്ഞിട്ട് പറഞ്ഞു, അന്നെ കൊല്ലാൻ ആള് വരും, ഈ മരിക്കുന്നത് പകമൂത്ത് നടക്കുന്ന ഒരു സംഘത്താലായിരിക്കും, വിശ്വാസികളായിരിക്കും. വെറുതെ പ്രവചിക്കണല്ലോ, വെറുതെ ഇങ്ങനെ പ്രവചിച്ചു പോകാം. ഇദ്ദേഹത്തിനെ കാണുമ്പോൾ മുഹമ്മദ് നബി ചെന്നിട്ട് സ്വന്തം നേതാവ് അനുയായിനോട് പ്രവചിച്ചുകൊണ്ടിരിക്കണം, എന്ത്, അന്നെ കൊല്ലാൻ ആള് വരും, ഇജ് മരിക്കും, മീൻസ് അന്നെ കൊല്ലാൻ ആള് വരും, ഒരു ഇന്നോലായിരിക്കും ലക്ഷണം. അങ്ങനെ പള്ളിയൊക്കെ ഉണ്ടാക്കി. അതിനുശേഷം പല യുദ്ധങ്ങൾക്ക് പോയി. അന്നൊന്നും ഇയാൾ മരിച്ചില്ല. അത് കഴിഞ്ഞിട്ട് കിടങ്ങ് ഉണ്ടാക്കുന്ന യുദ്ധത്തിന്റെ സമയത്തും ഇത് തന്നെ സംഭവിച്ചു. എല്ലാവരും കിടങ്ങ് കുഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിൻ്റെ ഇടയിൽ ഇദ്ദേഹം പണിയെടുത്തോണ്ടിരിക്കാം. അവിടെയും ചെന്നിട്ട് മുഹമ്മദ് നബി പറഞ്ഞു, അന്നെ കൊല്ലാൻ ആള് വരും. അപ്പൊ ഈ ഹദീസാണ് അനസ് മൗലവിയുടെ തെളിവ്. ഈ അനസ് മൗലവി ഉന്നയിക്കുന്നത് ഇതാണ് തെളിവ്, ഇത് മുഹമ്മദിന്റെ പ്രവചനമാണ്, അതുകൊണ്ട് ഇതൊക്കെ സംഭവിച്ചു, അങ്ങനെ വിചാരിച്ചാൽ മതി എന്ന് മാത്രമല്ല, ഈ ആ പ്രവചനം സത്യമായിട്ട് പുലർന്നു എന്നതുകൂടി വരുമ്പോൾ എല്ലാം ക്ലിയർ ആയി എന്നാണ്. കേട്ടോളൂ. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ കൃത്യമായി പ്രവചിക്കാൻ, ഈ ഉമ്മത്തിൽ, മുസ്ലിം ഉമ്മത്തിൽ എന്റെ കാലശേഷം ഇത്തരം ആളുകൾ രൂപപ്പെട്ടു വരികയും എന്റെ സ്വഹാബികളെ അവർ കൊല്ലുകയും ചെയ്യും. ഇതിപ്പോ ഞാൻ ഉണ്ടാക്കിയ ഹദീസൊന്നുമല്ല, ഒക്കെ പണ്ട് മുആവിയന്റെ കാലത്ത് തന്നെ എഴുതിണ്ടാക്കിയ ഹദീസാണ്. അനസ് മൗലവി ഉണ്ടാക്കിയ ഹദീസൊന്നുമല്ല. ഇവിടെ മുതൽ വിശ്വാസികൾ നിങ്ങൾ ഹദീസ് നിഷേധികൾ എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്ന ഒരു വിഭാഗത്തെക്കുറിച്ചും അവരുടെ ആശയത്തെക്കുറിച്ചും മൃദുവായി മനസ്സിലാക്കണം. ഇവിടെ ഈ സംഭവങ്ങൾക്കൊക്കെ ഞാൻ പറഞ്ഞതുപോലെ മുഹമ്മദിന്റെ മരണം കൺഫേം ചെയ്യുന്ന ആ നിമിഷം ഉമർ തന്റെ കയ്യിലിരിക്കുന്ന താക്കോൽ ഉപയോഗിച്ച് തുറന്ന ഫിത്നയുടെ വാതിലിലൂടെ അകത്ത് കയറിയ ഭൂതങ്ങളാണ് പിന്നെ കാണുന്നതൊക്കെ. ഇന്ന് നിങ്ങളുടെ മുമ്പിലുള്ള ഇസ്ലാമൊക്കെ ഉമർ ഉണ്ടാക്കിയ ഫിത്നയുടെ അവശിഷ്ടങ്ങളാണ്. അപ്പൊ ആ സംഗതികൾ മുൻനിർത്തിയിട്ടാണ്, ഉമർ ഉണ്ടാക്കിയ ഫിത്നയെ മനസ്സിലാക്കിക്കൊണ്ടാണ് അതിനുശേഷമുള്ള ഈ ഫിത്നകളെയൊക്കെ ന്യായീകരിക്കാൻ വേണ്ടി ഹദീസ് എഴുതി കൂട്ടിയ ആളുകൾ എഴുതിയുണ്ടാക്കിയ നിരവധി ഹദീസുകൾ ഇതിനകത്തുണ്ടെന്നും അതാണ് മുഹമ്മദിനെ ഇത്രമേൽ ക്രൂരനായി ചിത്രീകരിക്കുന്നത് എന്നൊക്കെ പറയുന്ന ഹദീസ് നിഷേധികൾ എന്ന് നിങ്ങൾ അവഹേളിച്ച് വിളിക്കുന്ന ഒരു വിഭാഗത്തെ നിങ്ങൾ ഇപ്പൊ വെറുതെ മനസ്സിൽ വിചാരിക്കണം. വിശ്വാസികളോടാണ് പറയുന്നത്. എന്നിട്ട് ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ഭാഗം നിങ്ങളൊന്ന് കേൾക്കണം. എന്തായിരുന്നു ആ പ്രവചനം? ആ പ്രവചനം ഇതാ പറഞ്ഞുതരും. ഈ ഹദീസ് ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഈ ഹദീസിന് ഇമാം നവവി ഒരു ശറഹ് എഴുതി. എന്താ ശറഹ് എന്നറിയോ? പ്രിയപ്പെട്ട സുഹൃത്ത് ചോദിച്ച ചോദ്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത്. എന്ന് വെച്ചാൽ സ്വഹാബത്തിന്റെ ഇടയിൽ അഥവാ അവർ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ അവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായില്ലേ? ഉണ്ടായി. ഉണ്ടാകുമെന്ന് പറഞ്ഞതാര്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തന്നെ അത് പറഞ്ഞു വെച്ചു. അതെ. ഇനി എന്റെ ചോദ്യം അനസ് മൗലവിയോട്, മുഹമ്മദ് നബി വന്നത് എന്തിനാ? ഫിത്ന ഉണ്ടാവുമെന്ന് പ്രവചിക്കാനാ? ഒരു ജനതയെ, കലഹിച്ചിരുന്ന ജനതയെ ഒരുമിച്ച് കൂട്ടി ഒറ്റ സമുദായമാക്കി ലോകോത്തരമായ ഒരു ദർശനത്തിന്റെ പിന്നിൽ അണിനിരത്തി ഏറ്റവും മികച്ച ജീവിത പദ്ധതി, ധാർമ്മിക പദ്ധതി മുന്നിൽ കൊടുത്തു എന്ന് പറയുന്ന ഈ പ്രവാചകന്റെ പ്രവചനമായിട്ട് എടുത്ത് ഉദ്ധരിക്കുന്നത് എന്താണെന്നറിയോ? എന്റെ സമുദായം തല്ലിപ്പിരിയും, അവർ പരസ്പരം കൊന്നു തള്ളും, സഹാബിമാരെ വിളിച്ചിട്ട് ഇടക്ക് അന്നെ കൊല്ലാൻ ആള് വരും, ഒരു മുസ്ലിങ്ങളായിരിക്കും, ഒരു പകവൂത്ത് നടക്കുന്നവരായിരിക്കും എന്ന് എഴുതി വെച്ചു, എന്ന് പ്രവചിച്ചു. എന്തായിരുന്നു മുഹമ്മദിന്റെ ദൗത്യം? നാട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളും കലഹങ്ങളും. നോക്കൂ നിങ്ങൾ, ഇന്ന് അറബ് നാട്ടിൽ നടക്കുന്ന സംഘർഷങ്ങൾ മുഴുവൻ മുഹമ്മദിന്റെ പ്രവചനാണെന്നാണ് പറയുന്നത്. ഇതൊക്കെ ഉണ്ടാവുന്ന നബി പണ്ടേ പറഞ്ഞത്. എല്ലാ പ്രശ്നവും, പ്രകൃതി ദുരന്തങ്ങൾ മുഹമ്മദ് നബി പണ്ടേ പ്രവചിച്ചാണല്ലോ. ആ ഹദീസ് ഉദ്ധരിച്ചിട്ട് ഇമാം നവവി മുസ്ലിമിന്റെ ആ ഹദീസിനെ ശറഹ് എഴുതിയപ്പോൾ പറയുന്നു, ഖാലൽ ഉലമ, പണ്ഡിതന്മാര് പറഞ്ഞു, ഈ ഹദീസ് വ്യക്തമായ തെളിവാണ്. മുസ്ലിങ്ങൾ തന്നെ കൊന്നു എന്ന് പറഞ്ഞില്ല അലി ഇബ്നു അബി ത്വാലിബിനെ? ആ അലി ഇബ്നു അബി ത്വാലിബിനെ കൊന്നെങ്കിലും അവിടെ കക്ഷികൾ രൂപപ്പെട്ടില്ലേ? രൂപപ്പെട്ടെങ്കിലും ആ രൂപപ്പെട്ട കക്ഷികളിൽ മുഹിഖായ, മുസീബായ, ശരിയായ നിലപാട് സ്വീകരിച്ച കക്ഷി അലി ഇബ്നു അബി ത്വാലിബിന്റെ കക്ഷിയാണ് എന്നതിന് ഈ ഹദീസ് തെളിവാണ്. ബാബരി മസ്ജിദ് തകർത്ത് രാമക്ഷേത്രം നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി അവസാനം പറഞ്ഞ വിധി ഇവിടെ നിങ്ങൾ വെറുതെ ഓർത്തു പോയാൽ മതി. എന്താണ്? കൊല ചെയ്യപ്പെട്ടില്ലേ? കൊല ചെയ്യപ്പെട്ടു. ന്യായം ആരുടെ അടുത്തായിരുന്നു? അലിയുടെ അടുത്തായിരുന്നില്ലേ? അലിയുടെ അടുത്തായിരുന്നു.
കൊന്നവർ മുസ്ലിങ്ങളായിരുന്നില്ലേ? ആയിരുന്നു. അവർ ഫിത്ന ഉണ്ടാക്കിയവരല്ലേ? ആയിരുന്നു. ന്യായം ശരി ആരുടെ അടുത്തായിരുന്നു? അലിയുടെ അടുത്തായിരുന്നു. ഇത്രയും ഭാഗം മനസ്സിലായല്ലോ? ബാക്കി കേട്ടോളി. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെതിരെ അക്കാലഘട്ടത്തിൽ രൂപപ്പെട്ടു വന്ന സംഘം അവർ പകയുള്ള ബുഗാത്തുകളായ സംഘമാണ് എന്നതിനും ഈ ഹദീസ് തെളിവാണ്. അപ്പൊ ഇത് നിരൂപിച്ചിട്ട് സ്വഹാബത്തിൽ ഒരു സംഘം അങ്ങനെയായില്ലേ, ഇവരിങ്ങനെയായില്ലേ, ആ കക്ഷി അവിടല്ലേ ഇവിടല്ലേ എന്ന് ചോദിക്കേണ്ട കാര്യം നമുക്കില്ല. അത് രാഷ്ട്രീയമായി അവർക്കിടയിൽ സംഭവിച്ച ഒരു അബദ്ധം. ഈ ബുഗാത്തുകളായ അബദ്ധം ചെയ്ത ആളുകൾ അവർക്ക് സംഭവിച്ച അബദ്ധമാണ്. ആരാണ് ആളുകൾ? ആരാണ് രാഷ്ട്രീയമായിട്ട് ഈ പകപോക്കലിന്റെ രാഷ്ട്രീയം പിന്നെ അവിടെ പുറത്തെടുത്ത ആളുകൾ? അതിന് ചുക്കാൻ പിടിച്ചത് ഉമറായിരുന്നു. അതിലെ ഒന്നാമത്തെ ഭരണാധികാരിയായിട്ട് ആ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് അബൂബക്കർ അധികാരത്തിൽ വരുന്നത്. അവിടെ തുടർന്നുണ്ടാവുന്ന പ്രശ്നങ്ങളും കലഹങ്ങളുമാണ് ഓരോരോ ഖലീഫമാരുടെ മരണത്തിലൂടെ കലാശിക്കുന്നത്. ആ അധികാരത്തിന്റെ പടലപ്പിണക്കവും അസൂയയും കുശുമ്പും അടുക്കളപ്പോരും ചക്കളത്തിപ്പോരുമാണ് ഫാത്തിമയുടെ ജീവൻ എടുക്കുന്നത്, മുഹമ്മദ് നബിയുടെ സ്വന്തം മകളുടെ ജീവൻ എടുക്കുന്നത്. ഇപ്പം ഈ പറഞ്ഞ രാഷ്ട്രീയമായ അബദ്ധമായിരുന്നു. ആ അബദ്ധത്തിന്റെ അവസാനം ഉസ്മാൻ കൊല ചെയ്യപ്പെടുന്നു, അലി കൊല ചെയ്യപ്പെടുന്നു. ഇത്രയും ചെയ്തിട്ട് ഈ ഫിത്ന മൊത്തം ഉണ്ടാക്കിയവരെ കുറിച്ച് അവരങ്ങനെ ചെയ്തില്ലേ, എങ്ങനെ ചെയ്തില്ലേ, അവർ ചെയ്തത് തെറ്റല്ലേ എന്ന് പറയാൻ നിങ്ങൾക്ക് അവകാശമില്ല പോലും. അതെന്തുകൊണ്ടാ? ഈ രാഷ്ട്രീയ ഫിത്നയുടെ ആളുകൾ, ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഹദീസ്, ഇദ്ദേഹം ഇപ്പം പിന്നെ ഷറഹ് വായിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഹദീസ് ബുഖാരിയിൽ അത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇക്രിമയാണ്. ഇക്രിമ എന്ന് പറയുന്ന അബൂജഹലിന്റെ മകനാണ് എന്നാലോചിക്കും. അപ്പോൾ അബൂ സുഫിയാന്റെ മകനായിട്ടുള്ള മുആവിയ ഉസ്മാന്റെ മരണശേഷം, അല്ലെങ്കിൽ ഉസ്മാന്റെ മരണത്തിലേക്ക് നയിക്കുന്നതും ഉസ്മാന്റെ മരണശേഷം അലിയുടെ ഖിലാഫത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിക്കുന്നതും അലി എന്ന് പറയുന്ന ഇസ്ലാമി ഖലീഫയ്ക്കെതിരെ പടയണി ഒരുങ്ങുന്നതും യുദ്ധം നടക്കുന്നതും ഖുർആൻ വരെ കുന്തത്തിൽ കോർത്തിട്ട് യുദ്ധത്തിൽ തന്ത്രം പ്രയോഗിച്ച് അലിയെ കീഴ്പ്പെടുത്തുന്നതും ഒക്കെ അബൂ സുഫിയാന്റെ മകനായിട്ടുള്ള മുആവിയയാണ് എന്ന് മനസ്സിലാക്കണം. ഈ മുആവിയയുടെ മകനായിട്ടുള്ള യസീദാണ് കർബല എന്ന് ഇനി ഇദ്ദേഹം ഉത്തരം പറയാതെ വിട്ടുപോകുന്ന ആ യുദ്ധത്തിൽ ചുക്കാൻ പിടിക്കുന്നത് എന്നും അവിടെ മുഹമ്മദിന്റെ കുടുംബത്തിൽ എന്ന് പറഞ്ഞാൽ മുഹമ്മദിന്റെ മകളുടെ കുടുംബത്തിൽ അവശേഷിച്ചിരുന്ന പേരക്കുട്ടികളെയും അവരുടെ മക്കളെയും ഒക്കെ കൊലപ്പെടുത്തുന്നത് എന്നും നിഷ്കരണം കൊന്നു തള്ളുന്നത് എന്നും നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഈ പക കൊണ്ട് നടക്കുന്ന ഒരു വിഭാഗം ഇസ്ലാമിൽ പിൽക്കാലത്ത് രൂപപ്പെടുമെന്നും അവർ തന്റെ അനുചരന്മാർക്കിടയിൽ പ്രശ്നമുണ്ടാക്കുമെന്നും അവർ പരസ്പരം യുദ്ധം ചെയ്യുമെന്നും അവർ കൊലപ്പെടുത്തുമെന്നും മുഹമ്മദിന്റെ പ്രവചനം ഒരു ഹദീസായിട്ട് ഈ മുആവിയക്ക് ശേഷം എഴുതിയുണ്ടാക്കിയ, അല്ലെങ്കിൽ മുആവിയ കാലത്ത് എഴുതിയുണ്ടാക്കിയ ഹദീസുകളിലൂടെ അത് മുഹമ്മദിന്റെ പ്രവചനമാണ് എന്ന് വരുത്തി തീർത്ത് ഈ പറഞ്ഞ അക്രമത്തിനൊക്കെ സാധൂകരണം കൊടുത്ത് ഇതിന് ശറഹ് എഴുതിയിട്ട് ഈ മുആവിയയുടെ പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹും എന്ന് ചൊല്ലേണ്ടുന്ന അവസ്ഥയിൽ ഈ മനുഷ്യരെ കൺഫ്യൂഷനിലാക്കി നിർത്താം. ഇതാണ് ഇവരുടെ പരിപാടി. അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ അലി റളിയല്ലാഹു അൻഹുവിനെ കൊന്നത് തെറ്റ്, അലി റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തായിരുന്നു ന്യായം എന്നുള്ളത് ശരി. അലിയെ കൊലപ്പെടുത്താൻ ഗൂഢാലോചന നടത്തിയവർ, അവിടെ പക കൊണ്ട് നടന്നവർ, മുഹമ്മദ് പ്രവചിച്ച പ്രശ്നക്കാരായിട്ടുള്ള വിശ്വാസികളിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന സംഘം. പക്ഷെ അവരെ തെറ്റുകാരാണെന്ന് നമ്മൾ പറയരുത്. അവരെ തെറ്റുകാരാണെന്ന് പറഞ്ഞാൽ ഇസ്ലാമിന് അഡ്രസ് ഇല്ലാണ്ടായി പോകും എന്നുള്ളതാണ് പ്രശ്നം. ഇനി അദ്ദേഹം അത് പറയും, നിങ്ങൾ കേട്ടോളി. അതുകൊണ്ട് അതിന്റെ പേരിൽ അവരെ ആക്ഷേപിക്കുവാൻ നമുക്കെന്തെങ്കിലും അർഹതയുണ്ടോ? ഇല്ല. ലാക്കിന്നഹും മുജ്തഹിദൂന. ആ സ്വഹാബത്തിൽ ആ പകയോടുകൂടി വന്ന ആളുകളെ കൂട്ടത്തിൽ ഉണ്ട് എന്ന് വന്നാൽ തന്നെയും അവർ മുഴുവനും മുജ്തഹിദുകളാണ്. ഫലാ ഇത്മ അലൈഹിം ലിദാലിക. അതിന്റെ പേരിൽ അവർക്കൊരു പാപം ചാർത്തി കൊടുക്കാൻ നമുക്ക് അവകാശമില്ല. അത് ഇമാം നബവി തന്നെ പലയിടങ്ങളിലും വളരെ വിശദമായി വിശദീകരിച്ചിട്ടുണ്ട്. ഈ ഹദീസ് വിശദീകരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു. മനസ്സിലായോ? അപ്പൊ മുഹമ്മദ് നബിന്റെ മകളും മുഹമ്മദ് നബിയുടെ മരുമകനും പിതൃവ്യപുത്രനും മുഹമ്മദ് നബി മകളുടെ ഭർത്താവുമായിട്ടുള്ള അലിയുടെ കൊലപാതകം, ഫാത്തിമയുടെ മരണം എന്ന് പറയാൻ പറ്റില്ല, ഫാത്തിമയുടെ കൊലപാതകം, അവരുടെ മക്കളായിട്ടുള്ള ഹസൻ, ഹുസൈൻ എന്ന് ഓരോ വിശ്വാസികളായിട്ടുള്ള ഉമ്മമാരും വാത്സല്യത്തോടെ പറയുന്ന പേരായിട്ടുള്ള ഹസൻ, ഹുസൈൻ എന്നവരുടെ കൊലപാതകം, ഹസന്റെ മക്കളെ മുഴുവൻ കൊന്നുതള്ളിയത്, ഇവരൊക്കെ ഈ പ്രശ്നങ്ങളൊക്കെ ചെയ്തു എന്ന് വരികിലും അവരൊക്കെ മുജ്തഹിദുകളാണ്. അവരൊരു പാപം ചെയ്തു, അവരൊരു തെറ്റ് ചെയ്തു, അവർ ചെയ്തത് മോശമല്ലേ? ഏത് മുഹമ്മദ് നബിന്റെ മക്കളെയും പേരക്കുട്ടികളെയും കൊന്നു തള്ളിയത് തെറ്റല്ലേ എന്ന് ചിന്തിക്കാൻ നമുക്ക് അവകാശമില്ല എന്നാണ് അനസ് പറയുന്നത്. എന്തുകൊണ്ട് അവകാശമില്ല? അവകാശം ഉണ്ടായാൽ പല പ്രശ്നമുണ്ട്. ഇസ്ലാമിന്റെ യഥാർത്ഥത്തിലുള്ള അവകാശവാദം കയ്യിൽ നിന്ന് പോകും. അതുകൊണ്ട് അതിന് ഇവർ കണ്ടെത്തിയ സൂത്രം, ഈ മുആവിയയുടെ ശേഷം ഇവർ കാണിച്ചു കൂട്ടിയ ക്രിമിനൽ പ്രവർത്തനങ്ങൾക്ക് മുഴുവൻ തെളിവായിട്ട് ഹദീസ് ഉണ്ടാക്കിയവർ. ഫാത്തിമയുടെ കൊലപാതകത്തിന് ശേഷം ഫാത്തിമയുടെ പേരിൽ ഹദീസ് ഉണ്ടാക്കിയിട്ട് എന്താ പറഞ്ഞത് അറിയോ? മുഹമ്മദ് നബി മരിച്ചാൽ ആദ്യം മരിക്കുന്ന ആള്, എൻ്റെ അടുത്തേക്ക് ആദ്യം വരുന്ന ആള് ഫാത്തിമ ആയിരിക്കും എന്ന് മുഹമ്മദ് നബി മരണക്കിടക്കയിൽ ഫാത്തിമയോട് സ്വകാര്യം പറഞ്ഞതായിട്ട് ഹദീസ് ഉണ്ടാക്കി. അപ്പൊ പിന്നെ ഫാത്തിമയുടെ കൊലപാതകം അവിടെ നടക്കണമല്ലോ. അപ്പൊ പിന്നെ പ്രശ്നക്കാരായിട്ട് കാണാൻ പറ്റില്ല. കാരണം മുഹമ്മദിന്റെ പ്രവചനം ഉണ്ട് എങ്കിൽ
അവിടെ നടക്കുന്ന എത്ര വലിയ അധാർമിക പ്രവർത്തനമാണെങ്കിലും, അവിടെ നടക്കുന്ന എത്ര വലിയ യുദ്ധമാണെങ്കിലും അക്രമമാണെങ്കിലും അതിന് സാധൂകരണമായി. അതേ തന്ത്രം തന്നെയാണ് ഇവിടെയും പ്രയോഗിക്കപ്പെടുന്നത്. ചോദ്യകർത്താവ് വീണ്ടും ചോദ്യവുമായിട്ട് അടുത്ത വേദി തെരഞ്ഞു പോകാം. ഈ അമ്മാർ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയുന്നത് വ്യക്തമായ ഒരു മുഅ്ജിസത്താണ് റസൂലുള്ളാഹിന്റെ. മിൻ ഔജിഹിൻ, ആ മുഅ്ജിസത്ത് പല നിലക്ക് നമുക്ക് കാണാൻ കഴിയും. ഒന്ന്, നബി പ്രവചിക്കുകയാണ് അമ്മാറെ നിന്നെ കൊല്ലും. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, എന്ത്? അമ്മാർ പായി കിടന്നിട്ട് ഇങ്ങനെ നീണ്ടു തുറന്ന് കിടന്നല്ല മരിക്കുക. അപ്പോ റസൂല് പറഞ്ഞ വാചകത്തിലുണ്ട് അന്ന അമ്മാറൻ യമൂതു ഖതീലൻ, അമ്മാർ റളിയല്ലാഹു അൻഹു വധിക്കപ്പെടുകയാണ് ചെയ്യുക. മനസ്സിലായോ? ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കഥാപാത്രം അമ്മാർ. അമ്മാറിനെ കാണുമ്പോൾ നബി തോളത്ത് തട്ടി പറയുന്നു, അമ്മാറെ എന്നെ കൊല്ലാൻ ആൾ വരും, എന്നെ കൊല്ലാൻ ആൾ വരും, എന്നെ കൊല്ലാൻ ആൾ വരും. ആ പ്രവചനം പുലർന്നു എന്നാണ് മുഹമ്മദ് നബിയുടെ പ്രവചനത്തിലുള്ള തെളിവ്. അന്നെ കൊല്ലാൻ ആര് വരുന്ന പറഞ്ഞ്? വിശ്വാസികളിൽ നിന്നുള്ള പകമൂത്ത് നടക്കുന്ന ഒരു കൂട്ടം ആളുകൾ അമ്മാറിനെ കൊല്ലും. ഈ ഹദീസ് എഴുതി ഉണ്ടാക്കിയെന്നവര്, ഇത് ക്രോഡീകരിക്കുന്ന കാലത്ത് അതിന് നേതൃത്വം കൊടുത്തവരാരാ? ഈ അക്രമി സംഘം, ഈ മുആവിയയും കൂട്ടരും. ഇവരാണ് ഹദീസിന്റെ ഉപജ്ഞാതാക്കളിൽ പ്രധാനികൾ. അല്ലെങ്കിൽ അലി ഫാത്തിമ വിരുദ്ധ മുഹമ്മദിന്റെ കുടുംബത്തിന് ഓപ്പോസിറ്റ് ആദ്യകാലം മുതൽ നിലയുറപ്പിച്ച ആളുകളുടെ സംഭാവനയായിട്ടാണ് ഹദീസിന്റെ ഭൂരിപക്ഷവും കിടക്കുന്നത്. ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ആള് അബൂ ഹുറൈറ, ആയിഷ തുടങ്ങിയിട്ടുള്ള ആളുകളാണ്. ഇവരൊക്കെ നേരത്തെ പറഞ്ഞ അനസ് പറഞ്ഞ രാഷ്ട്രീയ അബദ്ധത്തിൽ, രാഷ്ട്രീയ വടംവലിയിൽ മുഹമ്മദിന്റെ കുടുംബത്തിന് എതിരായി നിന്നവരാണ്. അലിയോട് യുദ്ധം ചെയ്തതാണ് മുഹമ്മദിന്റെ ഭാര്യയായിരുന്ന അബൂബക്കറിന്റെ മകളായിരുന്ന ആയിഷ. ഇങ്ങനെ എന്തൊക്കെ കഥകൾ! വിശ്വാസികൾക്ക് അറിയാത്ത, വിശ്വാസികൾക്ക് ചോദിക്കാൻ ധൈര്യമില്ലാത്ത, ചിന്തിക്കാൻ ധൈര്യമില്ലാത്ത എന്തൊക്കെ പിന്നാമ്പുറ കഥകൾ മുഹമ്മദിന്റെ മരണത്തിനിപ്പുറം 40 കൊല്ലം കൊണ്ട് അറബ് നാട്ടിൽ സംഭവിച്ചിട്ടുണ്ട്, മക്കയിലും മദീനയിലും സംഭവിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഇസ്ലാം എന്ന് പറയുന്നത് മുഹമ്മദ് എന്ന ഒരു രാഷ്ട്രീയ തന്ത്രജ്ഞന്റെ കേവലമായിട്ടുള്ള ആത്മീയ പൂശൽ മാത്രം നിർത്തിയിട്ടുള്ള ഒരു ഗോത്രകാല രാഷ്ട്രീയ സംഹിതയായിരുന്നു. ഇത് പറയാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഇതിനപ്പുറത്തേക്ക് വേറെ ഏതെങ്കിലും തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉന്നയിക്കാനല്ല. ഇവർ പറയുന്ന വിശദീകരണങ്ങളിലൂടെ കണ്ണും ചെവിയും തുറന്നു വെച്ച് നമ്മൾ മുന്നോട്ട് പോയാൽ നമ്മൾ എത്തുന്ന കൃത്യമായ ഒരു ബോധ്യം, ഇസ്ലാം എന്ന് പറയുന്നത് അന്ന് അവിടെ രൂപപ്പെട്ട ഒരു രാഷ്ട്രീയ സംവിധാനമാണ്, ഒരു രാഷ്ട്രീയ സംഘമാണ്. അക്രമത്തിലൂടെ അധികാരം പിടിച്ച, കൊള്ളയിലൂടെ ധനസമാഹരണം നടത്തിയ, കൊള്ളയും കൊള്ളിവെപ്പും ആളുകളെ കീഴ്പ്പെടുത്തലും അടിമപ്പെടുത്തലും കൊണ്ട് ആ പ്രദേശത്തെ ഭയത്തിന്റെ മുൻമുളയിൽ നിർത്തിയിട്ട് അധികാരം പിടിച്ചെടുത്ത ഒരു കൊള്ള സംഘം. ഇതിനപ്പുറത്തേക്ക് ഇസ്ലാമിന് ഒരാത്മീയ തലവും ഇല്ല. ഇതാണ് ഇസ്ലാമിനെ കുറിച്ച് കാലങ്ങളായിട്ട് അല്ലെങ്കിൽ വർഷങ്ങളെടുത്ത് ഞാൻ നടത്തിയിട്ടുള്ള പഠനത്തിലൂടെ എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യം. അതിന് തെളിവ് തരികയാണ് ഇവിടെ അനസ് മൗലവി ചെയ്യുന്നത്. അദ്ദേഹത്തെ കൊല്ലുന്നത് മുസ്ലിങ്ങളായിരിക്കും എന്നും ഈ ഹദീസിലുണ്ട്. ആ മുസ്ലിങ്ങൾ പക ബാധിച്ച ഒരു സംഘം ആളുകളായിരിക്കും എന്നും ഈ ഹദീസിലുണ്ട്. സ്വഹാബികൾക്കിടയിൽ തന്നെ പ്രശ്നമുണ്ടാവുകയും അവർ പരസ്പരം യുദ്ധം ചെയ്യുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്നും ഈ ഹദീസിലുണ്ട്. അവർക്കിടയിൽ 2 കക്ഷികൾ ഉണ്ടാകും എന്നും ഈ ഹദീസിലുണ്ട്. പകയുള്ള ഒരു സംഘവും അതില്ലാത്തൊരു സംഘം ഉണ്ടാകും എന്നതും ഈ ഹദീസിലുണ്ട്. കിഴക്കിന്റെ പുലരികൾ സൂര്യുദിക്കുന്നത് പോലെ വ്യക്തമായി ഇത് ലോകത്ത് സംഭവിച്ചു. വഹയിന്റെ അടിസ്ഥാനത്തിൽ മാത്രം സംസാരിക്കുന്ന, സ്വന്തം ഇഷ്ടപ്രകാരം സംസാരിക്കാത്ത അല്ലാഹുവിന്റെ റസൂൽ നബിയിൽ സ്വലാത്തും സലാമും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ ഇമാം നബി അവസാനിപ്പിക്കുന്നു. അപ്പൊ ഇതാണ് കഥ. അത്തരം പ്രവചനങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ചോദ്യകർത്താവിന്റെ ചോദ്യം 8 മടക്കി പോക്കറ്റിൽ വെക്കുക എന്നത് മാത്രമേ നിർവാഹമുള്ളൂ. കാരണം ചോദിക്കാൻ നമുക്ക് അവകാശമില്ല. അലീനെ കൊന്നത് തെറ്റല്ലേ, ഫാത്തിമാനെ ആക്രമിച്ചത് ശരിയായില്ലല്ലോ, അല്ലെങ്കിൽ പിന്നെ കർബല യുദ്ധത്തെക്കുറിച്ച്, ഹസനും ഹുസൈനും കൊലപ്പെടുത്തിയതിനെ കുറിച്ച്, പേരക്കുട്ടികളെ കൊന്നതിനെ കുറിച്ച് ഇതൊന്നും ചോദിക്കുന്നതിൽ ഒരു അർത്ഥമില്ല. കാരണം ഇവരുടെ കാലത്ത് എഴുതിയുണ്ടാക്കിയ ഹദീസ് അവരുടെ മുകളിൽ നമുക്ക് പാപം ചാർത്താൻ കഴിയൂല. അതുകൊണ്ട് നിങ്ങളെ ചോദ്യം കൈ പിടിച്ച് നടക്കുക, വേറെ നിർവാഹമൊന്നുമില്ല. നിങ്ങളെ സാമാന്യ യുക്തിക്കും ബുദ്ധിക്കും ചിന്തക്കും ആ ചോദ്യം ഉപയോഗിക്കാം. അതാണ് എനിക്ക് വിശ്വാസികളോട് പറയാനുള്ളത്. എന്നാൽ നമുക്ക് ഇസ്ലാം എന്താണ് എന്നൊന്നും കൂടി അനസ് മൗലവി പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് നന്നായിരിക്കുമെന്ന് തോന്നുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ ദീൻ പൂർത്തിയാക്കി. ആ ദീൻ ലോകാവസാനം വരെയുള്ള സമൂഹത്തിന് പ്രകാശമാണ്, വെളിച്ചമാണ്. ഇനി ആർക്കും സംശയം ഉണ്ടാവില്ലല്ലോ. ഇസ്ലാം എന്ന് പറഞ്ഞാൽ നിങ്ങളിങ്ങനെ മനസ്സിലാക്ക്, ഇങ്ങനെ അങ്ങ് വിശ്വസിക്ക്, ആവശ്യമില്ലാത്ത സംശയങ്ങളൊക്കെ ഒഴിവാക്ക്. ആ ചോദ്യം എഴുതിയ പേപ്പർ കീറിക്കളയാനാണ് ഞാൻ ആ ചോദ്യകർത്താവിനോട് പറയണത്. വെറുതെ എന്തിനാണ്? ഇസ്ലാം എന്ന് പറഞ്ഞാൽ വെളിച്ചല്ലേ. ഇസ്ലാം കാണിച്ചു തരുന്ന വെളിച്ചത്തിന്റെ പിന്നാലെ അങ്ങ് പൊയ്ക്കൂടെ? അത് നേരെ സ്വർഗത്തിലോട്ടാണ്. അതിനിടയിൽ പല ഫിത്നകൾ ഉണ്ടാവും, ഒന്നും കാര്യമാക്കണ്ട. അതൊക്കെ നബി പ്രവചിച്ചതാണ്. കുറെ ആൾക്കാർ ഇസ്ലാം വിട്ടുപോകും, മൈൻഡ് ചെയ്യണ്ട. നബി പ്രവചിച്ചതാണ്. എന്തല്ലേ വിശ്വാസികളുടെ അവസ്ഥ? എന്തായാലും ഈ വിഷയത്തിൽ ഒരിത്തിരി നമ്മളെ സാമാന്യ ബോധം അപ്ലൈ ചെയ്തിട്ട് ഈ ചരിത്രം സ്വന്തം നിലക്ക് ഒന്ന് വിശകലനം ചെയ്താൽ ഒരുപാട് പേർക്ക് വെളിച്ചം കയറും എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. അതുകൊണ്ടുകൂടിയാണ് ഈ വിഷയം ഈ രീതിയിൽ അവതരിപ്പിച്ചത്. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക.
നാളെ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം.